പുലിക്കളി എന്ന് പറയുന്നത് ഒരു വന്യമായ താളമാണ്. പക്ഷെ ഇന്ന് കാലത്ത് അങ്ങനെ വ്രതം എടുക്കുന്ന പുലികളൊക്കെ വളരെ അപൂർവമാണ്. ഈ പുലിത്താളത്തിൻ്റെ ഒരു പ്രത്യേകത, ഒരിക്കൽ നിങ്ങളിലേക്ക് ഈ പുലിത്താളം വന്നാൽ പിന്നെ ഇത് നിങ്ങൾ ഒരിക്കലും വിട്ടുപോയില്ല എന്നുള്ള. എന്തെങ്കിലും തരത്തിൽ ശരീരത്തിൽ എന്തെങ്കിലും ത്വക്ക് രോഗങ്ങളുണ്ടെങ്കിൽ ഒരു വർഷം പുലിവേഷം കിട്ടുന്നതോട് കൂടിയിട്ട് ആ രോഗം മാറും എന്ന് പലരും അഭിപ്രായപ്പെട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. പുലി വരയിൽ ശരീരത്തിൻ്റെ ഭംഗി വലിപ്പം ഒരു ഘടകമായി മാറുന്നുണ്ടെങ്കിലും പുലി കളിക്കുന്നത് വലുതായാലും ചെറുതായാലും കളിയുടെ താളം ശരിയാണെന്നുണ്ടെങ്കിൽ അതിന് മനോഹരമായി നമുക്ക് ആസ്വദിക്കാൻ പറ്റും. ഏവറേജ് ഒരു പുലിക്കളി സംഘത്തിൻ്റെ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ 20 ലക്ഷത്തിന് മുകളിലാണ്. ഒലക്കയിൽ കളിക്കുന്ന പുലികളൊക്കെ വരുമ്പോൾ ഒലക്ക കൊണ്ടുവരുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം പരസ്പരം അടിക്കാനായിരുന്നു. അപ്പോൾ വനിതാ പുലികളെ ഇറക്കാന്നുണ്ട്. സ്ത്രീകളുടെ ശരീരത്തിൽ പെയിന്റ് അടിച്ചിറക്കാന്ന് പറയുമ്പോൾ നമുക്കൊരു യൂറോപ്യൻ നിലവാരത്തിൽ പെയിന്റ് അടിച്ചിറക്കാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ പൂർണ്ണമായും ബോഡി പെയിന്റ് ചെയ്തുകൊണ്ട് ഒരാളെ ഇറക്കാന്ന് പറയുന്നത് നമ്മുടെ സംസ്കാരത്തിലേക്ക് ഇപ്പോഴും ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു സംഭവമാണ്. അൺപാക്ക് ആൻഡ് കണക്റ്റിൽ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് തൃശ്ശൂർ പുലിക്കളി കോർഡിനേറ്റർ മധുച്ചേട്ടനാണ്. നമസ്കാരം. നമസ്കാരം. നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു കലാരൂപമാണ് പുലിക്കളി എന്ന് പറയുന്നത്. മലയാളികൾ ആ ഒരു ഓണത്തോടനുബന്ധിച്ച് ഇത് ഏറ്റവും കൂടുതൽ ആഘോഷിക്കുകയും ചെയ്യാറുണ്ട്. അപ്പം എനിക്കൊന്ന് പുലിക്കളിയെ കുറിച്ച് സംസാരിച്ചു തുടങ്ങുമ്പോൾ ആദ്യം പറയേണ്ടത് അതിൻ്റെ ചരിത്രം തന്നെയാണ്. പുലിക്കളിയെ കുറിച്ചുള്ള ചരിത്രം ഒന്ന് പറയാമോ? കേരളത്തിലെ ഓണാഘോഷത്തിൻ്റെ ഏറ്റവും അവസാനത്തെ ദിവസം നടക്കുന്ന ആഘോഷമാണ് പുലിക്കളി. കേരളത്തിലെ ഓണാഘോഷം പല ജില്ലകളിലും അവസാനിക്കുന്നതിന് ശേഷം അതിൻ്റെ അടുത്ത ദിവസമാണ് തൃശ്ശൂരിൽ കൊട്ടിക്കലാശം എന്നുള്ള രീതിയിൽ പുലിക്കളി നടക്കുന്നത്. ആ പുലിക്കളിയുടെ ചരിത്രം എന്ന് പറയുന്നത് തൃശ്ശൂരിൻ്റെ നഗരത്തിൻ്റെ സ്ഥാപകനായിട്ടുള്ള ശക്തൻ തമ്പുരാൻ തന്നെയാണ് പുലിക്കളിയുടെയും തൃശ്ശൂർ പൂരം വിഭാവനം ചെയ്തിരിക്കുന്ന അതേ ശക്തൻ തമ്പുരാൻ തന്നെയാണ് പുലിക്കളിയുടെ പിന്നിലുള്ളത്. ഇതിൻ്റെ ചരിത്രം പറയുന്നത് മലബാർ പ്രദേശത്ത് പുലിയും ശിക്കാരിയും എന്ന പേരിൽ നടന്നുകൊണ്ടിരുന്ന ചെറിയൊരു കളിയാണ്. ഒരു പുലിയും ഒരു ശിക്കാരിയും തമ്മിൽ നടന്നുകൊണ്ടിരുന്ന ഒരു ഡ്യുവറ്റ്. അങ്ങനെയുള്ള നൃത്തരൂപമാണ് പട്ടാളം റോഡ് എന്ന് പറയുന്ന പേരിൽ ഇന്നും അവിടെ പ്രദേശമുണ്ട്. തൃശ്ശൂർ പട്ടാളം റോഡ് എന്ന് പറയുന്നത് മലബാർ സ്പെഷ്യൽ പോലീസുകാർ തൃശ്ശൂർ തമ്പടിച്ചിരുന്ന സമയത്ത് ബ്രിട്ടീഷ് പോലീസുകാർ അവരോട് തൃശ്ശൂരിൽ ഓണാഘോഷം നടക്കുമ്പോൾ നിങ്ങൾ കൂടി പങ്കെടുക്കണമെന്ന് ശക്തൻ തമ്പുരാൻ കൽപ്പിച്ചതിൻ്റെ പേര് അഭ്യർത്ഥിക്കാമല്ലോ, അന്ന് രാജാവാണ്, കൽപ്പിച്ചപ്പോൾ അവർ ആ പ്രദേശത്ത് നിലവിലുണ്ടായിരുന്ന ഈ പുലിയും ശിക്കാരിയും എന്ന് പറയുന്ന കളിയെ തൃശ്ശൂർ കൊണ്ടുവന്ന് അവരുടെ രൂപത്തിൽ അവതരിപ്പിച്ചാണ് പുലിക്കളിയുടെ തുടക്കം. അപ്പോൾ അവിടെ നിന്ന് തുടങ്ങിയ പുലിക്കളി പിന്നീട് തൃശ്ശൂർ എന്ന് പറഞ്ഞാൽ ആഘോഷങ്ങളുടെ നഗരമാണ്, ആഘോഷങ്ങളുടെ ജില്ലയാണ്. അവിടെ എന്ത് ചെറിയൊരു ആഘോഷം ഉണ്ടെങ്കിൽ പോലും അത് കെട്ടുപോകാറില്ല. അത് കാലാന്തരേണ അത് വളർന്ന് വലുതാവുകയാണ് കാണുന്നത്. ആ തൃശ്ശൂർ പുലിക്കളിയാണ് അന്ന് തമ്പുരാൻ തുടങ്ങി വെച്ച ആ പുലിക്കളിയാണ് ഇന്ന് കേരളത്തിലോ ലോകത്തിലോ തന്നെ ഏറ്റവും ശ്രദ്ധയാകർഷിക്കുന്ന ഒരു കലാരൂപമായിട്ട് വളർന്നു വന്നിരിക്കുന്ന പുലിക്കളിയുടെ തുടക്കം. നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒന്നാണ് തെയ്യത്തിന് വ്രതം അനുഷ്ഠിക്കുക എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ പുലിക്കളിക്കും വ്രതാനുഷ്ഠാനമൊക്കെ ഉണ്ട് ഇതിന് മുന്നോടിയായി. പുലിക്കളിയിൽ ഏറ്റവും കൂടുതൽ കാലം ദീർഘനേരം നിരന്തരമായി പുലിവേഷം കിട്ടിയ ആളായിരുന്നു സാക്ഷാൽ ചാത്തുണ്ണിയാശാൻ. നമ്മുടെ തൃശ്ശൂർ അയ്യന്തോൾ സ്വദേശിയായിരുന്ന ചാത്തുണ്ണിയാശാൻ. അദ്ദേഹമാണ് 62 വർഷത്തോളം നിരന്തരമായിട്ട് പുലിവേഷം കിട്ടി. 62 വർഷം എല്ലാ ഓണത്തിനും പുലിവേഷം കിട്ടാമെന്ന്. അപ്പോൾ ആ കാലഘട്ടത്തിലെ പുലികളൊക്കെ സംബന്ധിച്ചിടത്തോളം പുലിക്കളി എന്ന് പറയുന്നത് ഒരു വ്രതനിഷ്ഠയുള്ള കലാരൂപമായിരുന്നുകൊണ്ട് അവർ 40 ദിവസത്തെ വ്രതം എടുത്തിരുന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ ഇന്ന് കാലത്ത് അങ്ങനെ വ്രതം എടുക്കുന്ന പുലികളൊക്കെ വളരെ അപൂർവമാണ്. പഴയ തലമുറയിലെ പുലികളൊക്കെ തന്നെ വ്രതം എടുത്ത് വന്നിരുന്നു. അതായത് ഈ വ്രതം എന്ന് പറയുന്നത് അന്ന് ഈ തൊഴിലാളി വിഭാഗത്തിൽ നിന്നുള്ള പുലികളാണ് കൂടുതലുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നും അങ്ങനെ തന്നെയാണ്, പണിയെടുക്കുന്നവരാണ്. അപ്പോൾ മദ്യം ഉപയോഗിക്കുന്ന ആൾക്കാർ കുറേ പേരുണ്ടായിരുന്നിരിക്കുന്നു. അവരൊക്കെ മദ്യപാനശീലം 40 ദിവസത്തേക്ക് മാറ്റി വെച്ചുകൊണ്ട് ഭക്ഷണം വെജിറ്റേറിയൻ കഴിച്ചുകൊണ്ട് വ്രതം എടുത്തിരുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. അത് ആശാനോട് നേരിട്ട് പറഞ്ഞായിട്ട് എനിക്കറിയാം. പക്ഷേ പുതിയ തലമുറയിൽ അങ്ങനെ ഒരു വ്രതം എന്ന് പറയുന്ന ഒരു വസ്തുത നിലവിലില്ല. അതും ഒരു യാഥാർത്ഥ്യമാണ്. പുലിക്കളി വർഷത്തിൽ ഒരിക്കൽ മാത്രമുള്ള ഒരു കാര്യമാണല്ലോ. അപ്പം അതിന് മുന്നോടിയായി നമ്മളൊരു ഒരുക്കം നടത്തേണ്ടതുണ്ട്. അത് ശാരീരികമായിട്ടും മാനസികമായിട്ടും. അപ്പം മറ്റ് ഉപജീവന മാർഗം തേടി പോകുന്ന ആളുകളായിരിക്കുമല്ലോ പുലിക്കളിക്ക് ഓണാഘോഷത്തോടനുബന്ധിച്ച് ഇറങ്ങുക. അപ്പം ഇവരെങ്ങനെയാണ് ശാരീരികമായിട്ട് പ്രിപ്പയർ ചെയ്യുക? പുലിക്കളി എന്ന് പറയുന്നത് ഒരു വന്യമായ താളമാണ്. പുലിക്കളിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അതിൻ്റെ ഏറ്റവും വലിയ ശക്തി തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ ബലഹീനത എന്നുള്ളതാണ്. അതിൻ്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് ഇത് പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനങ്ങളും നിലവിലില്ല എന്നുള്ളതാണ്. നിങ്ങൾക്ക് ചെണ്ട പഠിക്കാൻ പോകാം, അല്ലെങ്കിൽ നൃത്തം പഠിക്കാൻ പോകാം, കഥകളി പഠിക്കാൻ പോകാം. പക്ഷേ പുലിക്കളി പഠിക്കാൻ നിങ്ങൾക്ക് എവിടെയും പോകാൻ പറ്റില്ല എന്നുള്ളതാണ്. ആ പുലിക്കളി എന്നുള്ളത് നിങ്ങളുടെ സീനിയറായിട്ടുള്ള കളിക്കാരെ കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാരെ കണ്ടോ അവർ പറഞ്ഞു തരുന്ന പാഠങ്ങൾ കേട്ടുകൊണ്ടോ അല്ലെങ്കിൽ കണ്ടുകൊണ്ടോ കളിച്ചുകൊണ്ടോ പഠിക്കേണ്ടതാണ് പുലിക്കളി എന്ന് പറയുന്നത്. ഈ പുലിത്താളത്തിൻ്റെ ഒരു പ്രത്യേകത, ഒരിക്കൽ നിങ്ങളിലേക്ക് ഈ പുലിത്താളം വന്നാൽ പിന്നെ ഇത് നിങ്ങൾ ഒരിക്കലും വിട്ടുപോയില്ല എന്നുള്ളതാണ്. അത് പിന്നീട് നിങ്ങളുടെ ശരീരത്തിൻ്റെ ഭാഗമായി മാറുകയും ഈ കൊട്ട് കേൾക്കുന്ന മാത്രയിൽ തന്നെ നിങ്ങളുടെ ശരീരം പുലിത്താളത്തിൽ കളിക്കാൻ തുടങ്ങും. അപ്പോൾ പുലിത്താളം ഒരു ക്രമമില്ലാത്ത താളമാണ്, അല്ലെങ്കിൽ ആരും പഠിപ്പിക്കാത്തതുകൊണ്ട് അതിന് ചിട്ടയ ചുവടുകളില്ല. ഇതൊക്കെ വെറും തെറ്റിദ്ധാരണയാണ്. ഇപ്പോൾ പുതിയ തലമുറയിൽ കുറേ ആൾക്കാരൊക്കെ വയറ് കുലുക്കുന്നവർ മാത്രമായിട്ടുണ്ട്.
പുലിക്കളി അറിയാത്തവർ. പക്ഷേ എന്നാൽ പുലിക്കളിക്ക് കൃത്യമായൊരു താളമുണ്ട്. ആ പുലി നിങ്ങളിലേക്ക് സന്നിവേശിക്കുക എന്നാണ് തൃശ്ശൂർ ഭാഷയിൽ പറയുക. പുലി നിങ്ങളിലേക്ക് സന്നിവേശിച്ച് കഴിഞ്ഞാൽ പിന്നെ അന്നത്തെ ദിവസം നിങ്ങൾ ആ റൗണ്ട് മുഴുവൻ നടന്ന് കളിക്കുന്നത് നിങ്ങൾ പോലും അറിയാത്ത കളിയായിരിക്കും. കാരണം അത്രയേറെ നമ്മളിൽ നിന്ന് തന്നെ ജന്യമായിട്ടുള്ള ഒരു താളം പുലിക്കളിക്കുന്നുണ്ട്. അത് നമ്മൾ മറന്നുപോയി, ആധുനിക ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ മറന്നുപോയ പല താളങ്ങളും നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ കിടക്കുന്ന പ്രകൃതി നമുക്ക് നൽകിയിട്ടുള്ള താളം തന്നെയാണ് പുലിക്കളിയുടെ താളം. അത് ഒരിക്കലും നിങ്ങളുടെ ഉള്ളിൽ വന്നാൽ അത് വിട്ടുപോകില്ല. പിന്നെ ഒരിക്കലും പുലിക്കളി ഒരു പൂർണ്ണ സമയ തൊഴിലായിട്ട് ആർക്കും കൊണ്ടുനടക്കാൻ പറ്റില്ല. കാരണം പുലിക്കളി വളരെ അപൂർവമാണ്. ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരു 10 വർഷത്തിനുള്ളിൽ പലയിടത്തും പുലിക്കളി സ്ഥിരമായിട്ട് നമുക്കൊരു അറ്റ്ലീസ്റ്റ് മാസത്തിൽ ഒരു വർഷത്തിൽ ഒരു 10-20 ദിവസമൊക്കെ പുലി കളിക്കാവുന്ന അവസരം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും പുലിക്കളി സ്ഥിരമായിട്ട് നമുക്ക് കൊണ്ടുനടക്കാൻ പറ്റുന്ന ഒരു കലാരൂപമല്ല. ഈ പറയുന്ന സമയത്ത് മാത്രമാണ് ഇതിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ പുലിക്കളി ഒരു വരുമാന മാർഗം എന്നതിലുപരി, വരുമാന മാർഗം ഉണ്ടാവുന്നുണ്ട്, ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. പുലിക്കളി എന്ന് പറയുന്നത് ഒരു നിഷ്ഠയാണ്. എല്ലാ വർഷവും പുലി കെട്ടുക എന്ന് പറയുന്നത് പലരുടെയും ജീവിതത്തിൽ തെറ്റിക്കാനാവാത്തൊരു ചര്യയാണ്. അപ്പോൾ അങ്ങനെയാണ് പുലിക്കളീനെ അവർ കൊണ്ടുനടക്കുന്നത്. ഒരു വരുമാന മാർഗം, അതിൽ നിന്ന് വരുമാന മാർഗം ഉണ്ട്, തീർച്ചയായും ഉണ്ട്. കാരണം പുലിക്കളി സംഘങ്ങൾ കൂടിയപ്പോൾ, കോമ്പറ്റീഷൻ കൂടിയപ്പോൾ ശരീരം കൂടുതലുള്ള പുലികൾക്ക് കൂടുതൽ പൈസ കിട്ടുന്ന അവസ്ഥ തൃശ്ശൂരുണ്ട്. പക്ഷേ അത് മാത്രമായിട്ട് വരുമാനമായിട്ട് ആരും നടക്കുന്നില്ല. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം പുലിക്കളിയുടെ തയ്യാറെടുപ്പ് എന്ന് പറയുന്നത്, ഇവർ ഒരിക്കൽ പുലിയായാൽ പിന്നെ അവർക്ക് ജീവിതത്തിൽ ഒരിക്കലും തയ്യാറെടുപ്പ് വേണ്ട. പിന്നെ മാത്രമല്ല, പല സംഘങ്ങൾ തമ്മിലുള്ള മത്സരം കൂടുതലുള്ളതുകൊണ്ട് 6 മാസം മുമ്പ് തന്നെ ഏത് സംഘത്തിൻ്റെ കൂടെയാണ് തവണ കളിക്കാൻ പോകണമെന്നുള്ള ബുക്കിങ്ങൊക്കെ കഴിഞ്ഞിരിക്കും. അപ്പോൾ അവരത് മാനസികമായി തയ്യാറായിരിക്കും. പിന്നെ ആ ദിവസങ്ങളിൽ വരുന്ന ദിവസം ആ പുലിയുടെ തലവൻ, സാധാരണ എല്ലാ പുലിക്കളി സംഘങ്ങളെയും നയിക്കുന്ന ഒരു കരിമ്പുലി തലവനായിരിക്കും. ആ കരിമ്പുലിയുടെ നിർദ്ദേശം അനുസരിച്ച് അപ്പോൾ ഉണ്ടാക്കുന്ന ഡാൻസിൻ്റെ സ്റ്റെപ്പ് അനുസരിച്ച് അവർ കളിച്ചു പോകുന്നതാണ്. ബേസിക്കലി പുലിത്താളം എന്ന് പറയുന്നത് അവരുടെ ഉള്ളിൽ ഒരിക്കൽ വന്നാൽ പിന്നെ വിട്ടുപോകില്ല. പുലിക്കളിയുടെ മ്യൂസിക്കിനെ കുറിച്ചും അപ്പോൾ ഇപ്പോൾ സംസാരിക്കണമെന്ന് തോന്നുന്നു. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ ഇതിനകത്തേക്ക്. തീർച്ചയായും ഈ പുലിക്കളിക്ക് നമ്മൾ ഈ പറഞ്ഞ പോലെ പഠിക്കാൻ മറ്റു സ്ഥലങ്ങൾ ഇല്ല എന്ന് പറഞ്ഞ പോലെ പുലിക്കൊട്ടും പഠിക്കാൻ നമുക്ക് വേറെ സ്ഥലങ്ങളില്ല. പുലിക്കെട്ടിൻ്റെ താളം എന്ന് പറയുന്നത്, അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ചെണ്ടയിൽ തന്നെ അല്ലെങ്കിൽ പഞ്ചവാദ്യം പോലെ മേളം പോലെയൊക്കെ പല വിധത്തിലുള്ള മേളങ്ങൾ പോലെ നമ്മൾ ഒരുപാട് തരത്തിലുള്ള കൊട്ടുകളുള്ളൊരു പ്രദേശമാണ് കേരളം. അപ്പോൾ പുലിക്കൊട്ട് എന്ന് പറയുന്നത് വളരെ ബേസിക് ആയിട്ടുള്ളൊരു കൊട്ടാണ്. പക്ഷേ ആ കൊട്ട് തന്നെ നമ്മുടെ ഉള്ളിൽ ഏറ്റവും ഞാൻ കുറച്ച് എല്ലാവരോടും പറയുന്നൊരു കാര്യം, ഏറ്റവും അരഹസികനായ വ്യക്തിയെ നിങ്ങൾ തൃശ്ശൂർ പുലിക്കളിയുടെ ദിവസം തൃശ്ശൂർ റൗണ്ടിൽ കൊണ്ട് നിർത്തൂ, അയാളുടെ കൈയും കാലും അനങ്ങിയിരിക്കും. അത്രയും നമ്മളെ ത്രസിപ്പിക്കുന്ന ഒരു താളത്തിലാണ് പുലിക്കൂട്ട് നടക്കുന്നത്. അപ്പോൾ ആ പുലിക്കൂട്ടിന് ഈ പറയുന്ന കയറ്റവും ഇറക്കവും ഒക്കെ ഉണ്ട്, മറ്റുള്ളതൊക്കെ പോലെ കയറ്റവും ഇറക്കവും ഒക്കെ ഉണ്ട്. അതിൻ്റെ താളം മുറുകുന്നുണ്ട്, അഴയുന്നുണ്ട്, അതിനനുസരിച്ച് പുലികളുടെ കളി മാറുന്നുണ്ട്. അപ്പോൾ ആ കൊട്ടും ഈ പറഞ്ഞ പോലെ ഒരു പ്രകൃതിജന്യമായൊരു കൊട്ടാണ്. നമ്മുടെ ഉള്ളിൽ എവിടേക്കോ കിടന്ന് പരിണാമത്തിൻ്റെ ഏതോ ഘട്ടത്തിൽ നമ്മൾ മറന്ന പോയ വന്യതേനെ പുറത്തു കൊണ്ടുവരുന്ന കൊട്ടാണത്. വന്യതയെ പുറത്തു കൊണ്ടുവരുന്ന കലാരൂപമാണ് പുലിക്കളി. പുലിവേഷം കെട്ടാൻ വേണ്ടിയിട്ട് എത്ര സമയം എടുക്കും? ഇതിന് ഉപയോഗിക്കുന്ന ചമയങ്ങൾ എന്തൊക്കെയാണ്? പുലിവേഷം കെട്ടുക, അഴിക്കുക, ഇത് രണ്ടുമാണ് പുലിക്കളിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഭാഗം എന്ന് പറയുന്നത്. പുലിവേഷം കെട്ടുക എന്ന് പറയുന്നത്, ഇപ്പോൾ ഇന്ന് വൈകിട്ട് 3 മണിക്ക് തൃശ്ശൂർ റൗണ്ടിൽ പുലി ഇറങ്ങുന്നുണ്ടെങ്കിൽ ഇന്നലെ പുലർച്ചെ 3 മണി മുതലെങ്കിലും അതിൻ്റെ ഒരുക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ടാവും. ആദ്യം ശരീരത്തിലെ മുഴുവൻ രോമവും അടിച്ചു നീക്കേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം ഓരോ കോട്ടുകൾ അടിച്ചു കയറ്റുന്ന സമയത്ത് അത് ഉണങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കേണ്ടതായിട്ട് 2 കൈകളിൽ വടി പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിന്ന് ഉണങ്ങേണ്ടതായിട്ടുണ്ട് പുലി. അപ്പോൾ ഈ പെയിൻറ് എന്ന് പറയുന്നത് സാധാരണ ടെമ്പറ പൗഡറിൽ വാർണിഷ് കലക്കിയിട്ട് അരച്ചുണ്ടാകുന്ന ഒരു വളരെ ബുദ്ധിമുട്ടി ഉണ്ടാകുന്നൊരു പെയിൻ്റാണ് ശരീരത്തിൽ ഉപയോഗിക്കുക. അത് ഉണ്ടാക്കുന്ന പ്രിപ്പറേഷൻ തന്നെ ഒരു 24 മണിക്കൂറോളം എടുക്കുന്ന പ്രിപ്പറേഷനാണ്. ഈ ഉണ്ടാകുന്ന പെയിൻറ്റ് ശരീരത്തിൽ ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പുലി ശരിക്കും പറഞ്ഞാൽ 12 മണിക്കൂറെങ്കിലും കാത്തിരുന്നതിന് ശേഷമാണ് പുലിക്ക് വേദിയിലേക്ക് വരാൻ പറ്റുന്നത്. അതായത് കളിക്കാൻ വരാൻ വേണ്ടി. ഈ പുലി വേഷം കിട്ടുന്ന സമയത്ത് ഭക്ഷണം വാരി കൊടുക്കുന്ന അവസ്ഥ പോലും നമുക്ക് പുലി മടകളിൽ ചെന്നാൽ കാണാൻ പറ്റും. കാരണം 2 കൈയും ഇങ്ങനെ പിടിച്ച് നിൽക്കേണ്ടി വരും. ഫാനൊക്കെ ഇട്ട് ഉണക്കാൻ വെക്കുന്നുണ്ടെങ്കിൽ പോലും അത് അതീവ ദുഷ്കരമായൊരു ചടങ്ങാണ് ഈ പുലി വേഷം കെട്ടുക എന്ന് പറയുന്നത്. കാരണം ഇത് പെയിൻ്റ് ആയതുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ വരുമ്പോൾ അതിൽ വരകൾ വരാതിരിക്കാൻ ഏറ്റവും കുറവ് രീതിയിൽ അനഞ്ഞുകൊണ്ട് വേണം ഈ പുലി അവിടെ നിൽക്കേണ്ടത്. അതായത് ചലനങ്ങൾ പരമാവധി കുറച്ചുകൊണ്ട് വേണം. അപ്പോൾ അത് തന്നെ വലിയൊരു തപസ് പോലുള്ള പ്രവൃത്തിയാണ്. ഇതിന് ശേഷം ഈ പറയുന്ന 12 മണിക്കൂർ നിന്ന പുലികളാണ് പിന്നീട് തൃശ്ശൂർ റൗണ്ടിൽ ഇത്രയും ദൂരം 6 മണിക്കൂറോളം നടന്ന് കളിക്കേണ്ടത്. അപ്പോൾ അത് വലിയ ദേഹാധ്വാനമുള്ളൊരു പണിയാണ്. ഇതിനും ശേഷം ഇപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇന്ന് പുലർച്ചെ 3 മണിക്ക് തുടങ്ങുന്നത് രാത്രി 11 മണി 12 മണിക്കാണ് പുലിവേഷം കഴിഞ്ഞ് തൃശ്ശൂരിൽ നിന്ന് തിരിച്ചു വരിക. പിന്നീട് ഒരു 4 മണിക്കൂറെങ്കിലും എടുക്കുന്ന പ്രോസസ്സാണ് പുലിവേഷം ഇളക്കുക എന്ന് പറയുന്നത്.
അപ്പോൾ അത് പല കാലത്തും പല സ്ഥലങ്ങളിലും നമ്മൾ കേട്ടുള്ള ഒരു പരാതി പറഞ്ഞാൽ രാത്രി എല്ലാം ആരവോ ആഘോഷം കഴിഞ്ഞ് എല്ലാവരും പോയി കഴിഞ്ഞാൽ പുലിവേഷം കെട്ടി പുലി മാത്രമായി ഇരുന്ന് മണ്ണെണ്ണ എടുത്തുകൊണ്ട് സ്വന്തം ശരീരത്തിൽ ഉരച്ച് ഇളക്കുക എന്നുള്ളതാണ്. അപ്പോൾ ചില സംഘങ്ങളൊക്കെ ഇപ്പോൾ കൃത്യമായിട്ട് ഒരു പുലിക്ക് 4 പേരെ മുൻപേ തന്നെ കണ്ടുവച്ചിട്ടുണ്ട്. ആ 4 പേരുടെ ചുമതലയാണ് പുലിയുടെ വേഷം ഇറക്കുക എന്ന് പറഞ്ഞാൽ. പക്ഷേ എത്ര പേരുണ്ടെങ്കിൽ പോലും സ്വന്തം ശരീരത്തിൽ മണ്ണെണ്ണ ഉപയോഗിച്ചുകൊണ്ട് ഉരച്ച് ഈ പുലി വേഷത്തിൻ്റെ പെയിൻറ്റ് മുഴുവൻ ഇളക്കുക എന്ന് പറയുന്നത് വളരെ അധ്വാനം വേണ്ട ഒരു പണിയാണ്. അതൊക്കെ കഴിയുമ്പോൾ ശരിക്കും 24 മണിക്കൂർ ഒരു പുലി ഉറക്കമൊളിച്ച് 24 മണിക്കൂർ അധ്വാനിച്ചതിൻ്റെ ഫലമാണ് ഒരു പുലിവേഷം കെട്ടലും കളിക്കലും ഇറങ്ങലും. ഈ മധുചേട്ടൻ ഇപ്പം പറഞ്ഞല്ലോ മണ്ണെണ്ണ ഉപയോഗിച്ച് പുലിവേഷത്തിൽ നിന്ന് ഇറങ്ങുക എന്ന് പറയുന്ന ഒരു കാര്യം. ശരി, ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇത് ഇവരുടെ ശരീരത്തിന് ഏതെങ്കിലും തരത്തിലുള്ള സൈഡ് എഫക്ട്സ് ഉണ്ടാവുന്ന കാര്യം സംഭവിക്കാറുണ്ട്? സാധാരണ പുലികൾ പറയാറുള്ളത് എന്തെങ്കിലും ശരീരത്തിൽ ത്വക്ക് സംബന്ധമായ രോഗങ്ങളുണ്ടെങ്കിൽ, ഇതിന് ശാസ്ത്രീയ അടിത്തറയൊന്നും ഞാൻ അവകാശപ്പെടില്ല, കാരണം അങ്ങനെ ഒരു റിസർച്ചൊന്നും നടന്നായിട്ട് എൻ്റെ അറിവിലില്ല. പക്ഷേ പുലികൾ പറയുന്നത് എന്തെങ്കിലും തരത്തിൽ ശരീരത്തിൽ എന്തെങ്കിലും ത്വക്ക് രോഗങ്ങളുണ്ടെങ്കിൽ 1 വർഷം പുലിവേഷം കിട്ടുന്നതോട് കൂടിയിട്ട് ആ രോഗം മാറും എന്ന് പലരും അഭിപ്രായപ്പെട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് എല്ലായിടത്തും ഒരു പുലിവേഷം കിട്ടുന്നതോട് കൂടിയിട്ട് പിന്നെ ശരീരത്തിലുള്ള മറ്റ് എന്ത് തരം സ്കിൻ പ്രോബ്ലംസും മാറും എന്നാണ് അവർ പറഞ്ഞു കേട്ടിട്ടുള്ളത്. ആരും അത്തരത്തിലുള്ള പ്രോബ്ലം ഉള്ളതായിട്ട് പറഞ്ഞു കേട്ടില്ല. ഈ ഉരച്ച് കഴുകുന്ന സമയത്ത് തൊലി പോകുന്നതും ചോര വരുന്നതൊക്കെ സ്വാഭാവികമാണ്. അതിനപ്പുറത്തെ ഒരു പ്രശ്നം ആരും പറഞ്ഞു കേട്ടിട്ടില്ല. എല്ലാവർക്കും പുലി കളിക്കാൻ പറ്റുമോ? എല്ലാവർക്കും കളിക്കാം എന്ന് പറഞ്ഞാൽ പുലിയുടെ താളം ഉള്ളിലേക്ക് കയറുക എന്നുള്ളതാണ്. പക്ഷെ വലിയ ശരീരമുള്ളവർക്ക് പുലി കളിക്കാൻ പറ്റുമെന്നില്ല, ചെറിയ ശരീരമുള്ളവർക്കും പുലി കളിക്കാം. അപ്പോൾ പുലിക്കളിയുടെ ഭംഗി ശരീരത്തിലല്ല, ശരീരം ശരിയാണ്, പുലി വരയിൽ ശരീരത്തിൻ്റെ ഭംഗി വലിപ്പം ഒരു ഘടകമായി മാറുന്നുണ്ടെങ്കിലും പുലി കളിക്കുന്നത് വലുതായാലും ചെറുതായാലും കളിയുടെ താളം ശരിയാണെന്നുണ്ടെങ്കിൽ അതിന് മനോഹരമായി നമുക്ക് ആസ്വദിക്കാൻ പറ്റും. അതിന് വലിപ്പം യാതൊരു പ്രശ്നവുമില്ല. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണാറുണ്ട് നല്ല ശരീരമുള്ള ആളുകൾ, വണ്ണമുള്ള ആളുകൾ ഇത്തരം പുലികളിയുടെ വരകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഒരു ട്രെൻഡ് ആവാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എന്താ പറയുക, കുറച്ച് വൈറലാവാൻ വേണ്ടി അത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരു ട്രെൻഡ് ആവാൻ വേണ്ടി ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിനെ അനുകൂലിക്കാൻ വേണ്ടി സാധിക്കും? നോക്കൂ, എല്ലാ കാലത്തും പ്രചാരം അത് പല രീതിയിലാണ് സംഭവിക്കുന്നത്. ഓരോ കാലഘട്ടത്തിനനുസരിച്ചാണ് വരുന്നത്. ഫാഷൻ ആവട്ടെ, പ്രചാരമാവട്ടെ, അതാത് കാലഘട്ടത്തിനനുസരിച്ച് മാറും, അതാത് കാലത്തെ മീഡിയകൾക്കനുസരിച്ച് മാറും. ഇപ്പോൾ പുലിക്കളിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും സോഷ്യൽ മീഡിയ മോശമാണെന്ന് ഞാൻ പറയില്ല. കാരണം ഈ കോവിഡ് ലോക്ക്ഡൗൺ കാലത്ത് 2018-ൽ 2019-ലും ലോക്ക്ഡൗൺ, പൂർണ്ണമായ ലോക്ക്ഡൗൺ ഉള്ള സമയത്ത് തൃശ്ശൂരിലെ ഒരു ദേശം, അയ്യന്തോൾ ദേശം അങ്ങനെ പറയണേ, അവർ വിർച്വൽ പുലിക്കളി എന്ന് പറയുന്ന ഒരു പുതിയ പരീക്ഷണം നടത്തുന്നുണ്ട്. ഈ വിർച്വൽ പുലിക്കളി എന്ന് പറയുന്നത് വീടുകളിൽ നിന്ന് പുലിവേഷം കെട്ടി കളിക്കുന്ന പുലികളെ സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് സംയോജിപ്പിച്ച് ഒറ്റ സ്ക്രീനിനകത്ത് കാണിച്ച് ലോകമെമ്പാടും ടെലികാസ്റ്റ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമായിരുന്നു. സാധാരണ തൃശ്ശൂർ പുലിക്കളിക്ക് തൃശ്ശൂർ റൗണ്ടിൽ 1 ലക്ഷത്തോളം കാണികൾ ഉണ്ടാവും എന്ന് വിചാരിക്കാം. അന്ന് ഈ പറയുന്ന വിർച്വൽ പുലിക്കളി കാണാൻ വേണ്ടിയിട്ട് 8 ലക്ഷത്തോളം കാണികൾ ഓൺലൈൻ ഉണ്ടായിരുന്നു. അത് തൃശ്ശൂർ മാത്രമല്ല, ലോകമെമ്പാടുമുള്ള കാണികളുണ്ടായിരുന്നു. അപ്പോൾ ഈ സോഷ്യൽ മീഡിയ പുലിക്കളിയെ സ്വാധീനിച്ചോ എന്ന് ചോദിച്ചാൽ സഹായിക്കുകയാണ് ചെയ്തത്. ഇത് മാത്രമല്ല, ഈ പറയുന്ന പ്രത്യേക ഇൻസിഡൻറ്റിന് ഫേസ്ബുക്ക് ഈ ലോക്ക്ഡൗൺ കാലത്ത് ഇന്ത്യയിൽ നടന്ന ഏറ്റവും നല്ല സാമൂഹ്യ ഇടപെടലുകളിൽ 20കളിൽ ഏകദേശം 5ാമത്തെ സ്ഥാനം നൽകി ആദരിക്കുകയും അതിനെപ്പറ്റി ഒരു പരസ്യ ചിത്രം നിർമ്മിച്ച് ഫേസ്ബുക്കിൻ്റെ പേജിൽ അപ്ലോഡ് ചെയ്യുകയും ചെയ്തു. അതിനടുത്ത വർഷം ഫേസ്ബുക്ക് നേരിട്ട് വന്ന്, നമ്മൾ പറയുന്നത് ഫേസ്ബുക്കിൽ ലൈവ് ആർക്കും പോവാം, ഒരു അക്കൗണ്ട് ഉണ്ടായാൽ ലൈവ് പോവാം, പക്ഷേ ഫേസ്ബുക്ക് നേരിട്ട് വന്ന് പുലിക്കളി ലൈവ് റെക്കോർഡ് ചെയ്ത് ഓൺലൈൻ പുലിക്കളിയായിട്ട് കാണിക്കുകയും ചെയ്തു. അപ്പോൾ സോഷ്യൽ മീഡിയ, അത് മാത്രമല്ല അവരത് ഗ്ലോബൽ ക്യാമ്പയിനായിട്ടാണ് നടത്തിയത്. അപ്പോൾ ഈ തൃശ്ശൂരിൻ്റെ 5 കിലോമീറ്റർ ചുറ്റളവിൽ ഒതുങ്ങി നിന്നിരുന്ന ഒരു കലാരൂപം അന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലോകോത്തരമായൊരു കലാരൂപമായി മാറി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ സഹായിക്കുകയല്ലേ ചെയ്യുന്നത്. ഇതിപ്പോൾ പുതിയ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം, യുവജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ കാണുമ്പോൾ അവിടെ ഒന്ന് പങ്കെടുക്കാനുള്ളൊരു ആവേശം വർദ്ധിക്കുകയല്ലേ ചെയ്യില്ല. അപ്പോൾ ഒരു കാരണവശാലും ഒരു തരത്തിലുള്ള പ്രചാരവും മോശമാണെന്ന് ഞാൻ കരുതുന്നില്ല. അതെല്ലാം തന്നെ ഇതിന് സഹായിക്കുകയാണ് ചെയ്യുന്നത്. പുലികളിക്ക് വണ്ണമുള്ള ആളുകൾക്ക് കൂടുതൽ പണം കിട്ടും എന്ന് മധുചേട്ടൻ ഇപ്പം പറഞ്ഞല്ലോ. അവരെ ബുക്ക് ചെയ്യുമ്പോൾ കൂടുതൽ തുക അവർക്ക് കിട്ടും. ഇത് കിട്ടുന്നത് ഒരു സൈഡിലിരിക്കെ തന്നെ 1 വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് ഇവർ പുലികളിക്ക് ഇറങ്ങുന്നതും. പക്ഷേ ഈ ശരീരത്തിൻ്റെ പേരിൽ എപ്പോഴെങ്കിലുമൊക്കെ ഇവർ പരിഹാസത്തിനും ഇടയായിട്ടുണ്ടാവില്ലേ? മറ്റു മേഖലകളിൽ ചിലപ്പോൾ പരിഹാസത്തിന് ഇടയാവുന്നുണ്ടായിരിക്കാം. പക്ഷേ പുലിക്കളിയെ സംബന്ധിച്ചിടത്തോളം ഒരു കായിക വിനോദത്തിനും ഒരു കലാരൂപത്തിനുമാണ് ഞാൻ തടി എന്ന് പറയുന്ന ഒരു അംഗീകാരമായിട്ട് കണ്ടത്. ഒന്ന് സുമോ ഗുസ്തിക്കാണ്. സുമോ ഗുസ്തിക്ക് എത്രയും തടിയുള്ള ഒരാളാണെങ്കിൽ ഏറ്റവും വലിയ ഗുസ്തിക്കാരനായി മാറാണ്. കലാരൂപം എന്നുള്ള നിലയ്ക്ക് പുലിക്കളിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുന്നത് 6 പാക്ക് അപമാനമായി മാറുന്ന ഏക കലാരൂപമാണ് പുലിക്കളി. 6 പാക്കുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പുലിക്കളി വേദിയിൽ അയാൾക്ക് വലിയ സ്ഥാനമില്ല. അയാൾക്ക് ചിലപ്പോൾ നെഞ്ഞത്തൊരു ബ്ലോക്ക് പോലും വരച്ച് കിട്ടിയെന്ന്
എന്ന് വരില്ല. അപ്പം മറിച്ച് നല്ല വയറുള്ള ആൾക്കാരാണെങ്കിൽ അവരാണ് അന്നത്തെ ഏറ്റവും കേമർ, ഏറ്റവും വലിയ ശരീരമുള്ള ആളാണ്, ഏറ്റവും അംഗീകാരം കിട്ടുന്ന, ഏറ്റവും പ്രശംസ നേടുന്ന, ഏറ്റവും കൂടുതൽ ആൾക്ക് പുപ്പുലി എന്നൊക്കെ പറയുന്നത് ഏറ്റവും വയറുള്ള ആൾക്കാരാണ്. അപ്പോൾ തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം 6 പാക്ക് അല്ല, ഫാമിലി പാക്കിന് വാല്യൂ കിട്ടുന്ന ഏക സ്ഥലം തൃശ്ശൂരാണ്. അവിടെ വയറന്മാർക്ക് അംഗീകാരമാണ്. മറ്റുള്ള മേഖലകളിലെ ദിവസങ്ങളിൽ അവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കും. തീർച്ചയായും ഇത്രയും വലിയ ശരീരം മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. പക്ഷേ ഈ ബുദ്ധിമുട്ടൊക്കെ ചിലപ്പോൾ അവർക്ക് ഈ പുലിക്കളി ദിവസം കിട്ടുന്ന അംഗീകാരത്തിൻ്റെ ഓർമ്മയുടെ പേരിൽ മറികടക്കാൻ സാധിക്കുന്നുണ്ടായിരിക്കും എന്നാണ് തോന്നുന്നത്. കാരണം അത്രയേറെ ബഹുമാനം അവർക്ക് അന്നത്തെ ദിവസം അവിടെ കിട്ടും. സ്ത്രീകളുടെ പങ്കാളിത്തത്തെ എങ്ങനെയാണ് കാണുന്നത്? സ്ത്രീകളുടെ പങ്കാളിത്തം പുലിക്കളിയിൽ ഉണ്ടായിട്ടുണ്ട്, ഇപ്പോൾ നിരന്തരമായിട്ട് ഉണ്ടാകുന്നുണ്ട്. ആദ്യമായിട്ട് 2016 പുലിക്കളിയുടെ സ്ത്രീകളുടെ പങ്കാളിത്തം ഉണ്ടായത്. അപ്പോൾ സ്ത്രീകൾക്ക് സാധാരണ പൊതുവിൽ ഈ പുലിക്കളി എന്ന് പറയുന്ന ഒരു മസ്കുലിൻ കലാരൂപമാണ്. കാരണം വന്യമായ താളത്തിൽ നടക്കുന്ന ഒരു മസ്കുലിൻ കലാരൂപമാണ്. അപ്പോൾ അതിലേക്ക് സ്ത്രീകൾ വരാതെ നിൽക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. സ്ത്രീകൾ വന്നാൽ തന്നെ അവർ കളിക്കേണ്ടതും ലാസ്യഭാവത്തിലല്ല. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായി അവരുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ലാസ്യഭാവമാണ്. അപ്പോൾ അതേസമയം ലാസ്യഭാവത്തിലുള്ള നൃത്തമല്ല പുലിക്കളി എന്നുള്ളതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവർ കൂടുതൽ ട്രെയിൻ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇപ്പോൾ തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം ട്രാൻസ്ജെൻഡർ പുലികൾ ഇറങ്ങിയിട്ടുണ്ട്, പെൺപുലികൾ ഇറങ്ങിയിട്ടുണ്ട്, കുട്ടിപ്പുലികൾ ഇറങ്ങിയിട്ടുണ്ട്, ആൺപുലികൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ തരത്തിലുള്ള പുലികൾ, വിദേശ പുലികൾ പോലും ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ BBC നിന്നൊക്കെ 2 വാർത്ത റെക്കോർഡ് ചെയ്യാൻ വന്ന 2 ജേർണലിസ്റ്റുകൾ അവർ ആവേശം മൊത്തം പുലിവേഷം കെട്ടിയിട്ടുണ്ട്. അപ്പോൾ പുലിക്കളിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു ജെൻഡർ ഇൻഇക്വാലിറ്റി എന്ന് പറയുന്ന ഒരു സംഭവം അവിടെ നിലനിൽക്കില്ല. ആർക്കും പുലിക്കളിയിലേക്ക് വരാമെന്നുള്ള. അപ്പം ഈ സ്ത്രീകൾ വരുന്നത് കൊണ്ട് ഇത് കൂടുതൽ ജനകീയമാകുന്നു, കൂടുതൽ സ്ത്രീകൾ കാണാൻ വരുന്നു, അങ്ങനെ എന്തെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ? പുലിക്കളിയെ സംബന്ധിച്ചിടത്തോളം അതിന് സ്ഥിരമായ ഒരു ആരാധക വൃന്ദമുണ്ട്. അത് സ്ത്രീകളുണ്ടെങ്കിലും സ്ത്രീകളില്ലെങ്കിലും ആ ആരാധക വൃന്ദം എല്ലാ കാലത്തും ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ ആ പുലിക്കളി ആസ്വദിക്കാൻ വേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത്, ഇപ്പോൾ നല്ലൊരു പഞ്ചവാദ്യം ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ പഞ്ചവാദ്യത്തിനെ പറ്റിയൊരു ബോധം ഉണ്ടായിരിക്കണം. കഥകളി അറിയണമെന്നുണ്ടെങ്കിൽ കഥകളെ പറ്റി അറിയണം. പക്ഷെ പുലിക്കളിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളൊരു മനുഷ്യനാവുക എന്നുള്ളത് മാത്രമാണ്. നിങ്ങളൊരു മനുഷ്യനാവുക എന്നുള്ളത് മാത്രമാണ് പുലിക്കളി ആസ്വദിക്കാൻ നിങ്ങൾക്ക് വേണ്ട യോഗ്യത. നിങ്ങൾ അവിടെ എത്തുക, നിങ്ങൾ ആ താളത്തിലേക്ക് നിങ്ങളെ സ്വയം വിട്ടുകൊടുക്കുക, ഇതാണ് വേണ്ടത്. അപ്പോൾ ഈ പുലിക്കളി എന്ന് പറയുന്ന കളിക്ക് എല്ലാ കാലത്തും സാധാരണക്കാരായ ജനങ്ങളുടെ ഇടയിൽ വലിയൊരു കൂട്ടം ആരാധകരുണ്ട്. ആ ആരാധകർ എല്ലാ കാലത്തും ഉണ്ട്. അത് സ്ത്രീകൾ വന്നാലും ഉണ്ട്, ജെൻഡേഴ്സ് വന്നാലും ഉണ്ട്. സത്യത്തിൽ പുലിയായി മാറുന്നതോട് കൂടിയിട്ട് അത് ആണാണോ പെണ്ണാണോ അതോ ഇനി മറ്റേതെങ്കിലും വിഭാഗമാണോ എന്നുള്ള രീതിയിലുള്ളൊരു ചിന്തയൊന്നും അവിടെ ഉണ്ടാവാറില്ല. പുലിയാണ്, എങ്ങനെ കളിക്കുന്നു എന്നുള്ളതാണ് പുലിയുടെ മാനദണ്ഡം. അത് പെണ്ണാണോ പുലിവേഷത്തിൽ, ആണാണോ പുലിവേഷത്തിൽ എന്നൊന്നും വിഷയമല്ല. പുലികൾ എങ്ങനെ കളിക്കുന്നു എന്നുള്ളതാണ് ഏക മാനദണ്ഡം അവിടെ. പുലിക്കളി പരമ്പരാഗതമായി കൈമാറി വരാറുണ്ടോ? ഒരു വീട്ടിലെ അച്ഛൻ പുലിയാവുന്നു. പലപ്പോഴും ഉണ്ട്. അച്ഛൻ പുലികൾ മക്കൾ പുലികളെ കൊണ്ടുവരുന്ന സ്ഥിരം കാഴ്ചയാണ്. തൻ്റെ മകനെ കൊണ്ടുവന്ന് പുലിവേഷം കെട്ടിക്കുന്നത്. അതിന് അച്ഛൻ മകൻ പുലികൾ എല്ലാ വർഷവും 1-ൽ കൂടുതൽ സംഘങ്ങളിൽ ഉണ്ടാവാറുണ്ട്. അതൊരു കലാരൂപം കൈമാറുന്ന പോലെ തന്നെ അഭിമാന പുരസരമായിട്ട് തന്നെ തൃശ്ശൂരുകാരെ കൈമാറി വരാറുണ്ട്. തൃശ്ശൂരിലെ പുലിക്കളി എന്ന് പറഞ്ഞാൽ ഭയങ്കര മത്സരബുദ്ധിയോടെയുള്ള പുലിക്കളി സംഘങ്ങൾ ഇറങ്ങുമല്ലോ. അപ്പോൾ ഇതൊരു ഭയങ്കര ശത്രുതയോ അല്ലെങ്കിൽ ഒരു സ്നേഹത്തിനപ്പുറത്ത് ഒരു ദേഷ്യമൊക്കെ മനസ്സിൽ തോന്നുന്നു, തോൽപ്പിക്കണം എന്നുള്ളൊരു മനോഭാവത്തിൽ? ഇല്ല, കല എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതാണല്ലോ. ഇപ്പോൾ എത്രയോ വാശിയോടുകൂടി മത്സരിക്കുകയാണെന്നുണ്ടെങ്കിലും പരസ്പരം കലാകാരന്മാർ അംഗീകരിക്കും. ഇപ്പോൾ എന്നെ തോൽപ്പിച്ച ഒരാളാണെങ്കിലും എന്നേക്കാൾ നല്ല കലാകാരൻ എന്നുള്ള ബോധം എനിക്കുണ്ടെങ്കിൽ ഞാൻ അയാളെ ബഹുമാനിക്കും. അത് പുലിക്കളി സംഘങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നം എന്താണെന്നുണ്ടെങ്കിൽ 5-6 കിലോമീറ്റർ ചുറ്റളവിൽ നിന്നാണ് 10-12 പുലിക്കളി സംഘങ്ങൾ ഉണ്ടാകുന്നത്. ചിലയിടത്ത് 20-30 വരെ ഉണ്ടായിരുന്ന കാലഘട്ടമുണ്ട്. അപ്പോൾ ഇത്രയും പേർക്ക് പുലിക്കളി വളരെ ചിലവേറിയൊരു കലാരൂപമാണ്. വളരെ ചിലവേറിയ ഒരു നല്ല വൃത്തിക്കൊരു പുലിനെ ഇറക്കാൻ, തൃശ്ശൂർ ഭാഷയിൽ പറഞ്ഞാൽ നല്ല വൃത്തിക്കൊരു പുലിനെ ഇറക്കണം എന്നുണ്ടെങ്കിൽ എങ്ങനെയാലും 12,000-15,000 ചിലവ് വരും ഒരാൾക്ക്. അപ്പോൾ അത് വെച്ചിട്ട് 51 പുലികൾ ഇറങ്ങാന്ന് പറയുമ്പോൾ തന്നെ ചിലവ് ആലോചിച്ച് നോക്കും. ഇതിന് പുറമെ ഇതിന് വേണ്ട സംഘാടനം, ഇതിന് വേണ്ടി ടാബ്ലോസ് വരുന്നുണ്ട്. ഒരു ടാബ്ലോ ഒക്കെ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ 5 മുതൽ 6 ലക്ഷം രൂപ വിലയുണ്ട് ഒരു ടാബ്ലോ. നല്ലൊരു ടാബ്ലോ കിട്ടണമെന്നുണ്ടെങ്കിൽ അങ്ങനെ 3 ടാബ്ലോ വരും, പുലിവണ്ടി വരും, 2 ടാബ്ലോ വരും, പുലിവണ്ടി വരും. പിന്നെ എനിക്ക് വേണ്ട ലൈറ്റുകൾ വേണം, കൊട്ടുകാർ വേണം, അവർക്ക് വേണ്ട ജേഴ്സികൾ വേണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഏവറേജ് ഒരു പുലിക്കളി സംഘത്തിൻ്റെ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ 20 ലക്ഷത്തിന് മുകളിലാണ്. ഇത് 10-12 വരുന്ന പുലിക്കളി സംഘങ്ങൾ 6 കിലോമീറ്റർ ചുറ്റളവിൽ നിന്നാണ് ഈ പൈസ കണ്ടെത്തേണ്ടത്. അപ്പോൾ സ്വാഭാവികമായും വാശിയും പുതിയത് അവതരിപ്പിക്കാനുള്ള 20ഓളം സംഘങ്ങളാണ് വരുന്നത്. ടാബ്ലോയിലായാലും പുലിയിലായാലും പുതിയത് അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഭയങ്കരമായിട്ടുള്ള ശ്രമങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ ആ മത്സരം കഴിയുന്നതോടുകൂടി വിജയികളെ പ്രഖ്യാപിക്കുന്നതോടുകൂടിയിട്ട് വീണ്ടും എല്ലാവരും പരസ്പര സൗഹൃദത്തിൽ പുലിക്കളി കലാകാരന്മാർക്ക് വേണ്ട അവകാശങ്ങൾ നേടിയെടുക്കുന്ന പോരാട്ടങ്ങളിലൊക്കെ എല്ലാ സംഘങ്ങളും ഒരേപോലെ തന്നെ ഒരുമിച്ച് നിൽക്കുന്നുണ്ട്. പുതിയ തലമുറയ്ക്ക് പുലിക്കളിയോടുള്ളൊരു താല്പര്യം കുറയുന്നതായിട്ട് അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? പുലിക്കളിയുടെ ഒരു ഫ്യൂച്ചർ, അതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ? പുലിക്കളിയുടെ ഫ്യൂച്ചർ വെല്ലുവിളി നേരിടുന്നുണ്ട്. അത് പക്ഷേ യുവാക്കൾ അതിലേക്ക് ആകർഷിതരാവാത്തത് കൊണ്ടല്ല. അതിൻ്റെ വെല്ലുവിളി എന്ന് പറയുന്നത് അതിന് വേണ്ട സാമ്പത്തിക
ബാധ്യത, വളരെ ഭീമമായ പൈസ ആവശ്യം വരുന്നു. തൃശ്ശൂർ കോർപ്പറേഷൻ അതിലേക്ക് നല്ലൊരു സഹായം നൽകുന്നുണ്ട്, കേരളത്തിലെ ടൂറിസം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ നൽകുന്നുണ്ട്. എന്നിരിക്കലും വലിയൊരു സംഖ്യ കണ്ടെത്തണം എന്നുള്ളത് മാത്രമാണ് പുലിക്കളിക്കുള്ള ഒരു തിരിച്ചടി എന്ന് പറയുന്നത്. അതിന് അതിജീവിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് പുലിക്കളിക്ക് കണ്ടെത്തുന്ന സാമ്പത്തിക ബാധ്യതയാണ്. യുവാക്കളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ അനുഭവത്തിൽ ചെറുപ്പക്കാർ കൂടുതൽ ആകർഷകരായിട്ട് വരുന്നതാണ് കണ്ടിട്ടുള്ളത്. അവർ ഒരിക്കലും പുറകോട്ട് പോകാറില്ല. ഒരു പക്ഷേ ട്രഡീഷണൽ ആയിട്ടുള്ള പല കലാരൂപങ്ങൾക്കും പിന്തുടർച്ചയില്ലാതെ ചെറുപ്പക്കാർ വിട്ടുപോകുമ്പോൾ പുലിക്കളി പോലുള്ള കലാരൂപങ്ങളിലേക്ക് ചെറുപ്പക്കാർ കൂടുതൽ വരുന്നതാണ് കണ്ടിട്ടുള്ളത്. മധുചേട്ടനാണെങ്കിൽ ബോംബെ സെറ്റിൽഡ് ആയിട്ടുള്ള ഒരാളാണല്ലോ. പുലിക്കളി ആകുമ്പോഴത്തേനും പുലി ഇറങ്ങുന്നത് പോലെ നാട്ടിലേക്ക് ഈ സംഘാടക സമിതിയുടെ ഭാഗമായിട്ട് തന്നെ വരുന്നതാണ്. ഇതൊരു പുലിക്കളിയോടുള്ള ആവേശം കൊണ്ട് എത്തുന്നതാണ്. ഞാൻ മാത്രമല്ല, അത്തരത്തിലുള്ള പൂരവും പുലിക്കളിയും വരുന്ന സമയത്ത് തൃശ്ശൂരിലേക്ക് വരുന്ന ആൾക്കാർ വെക്കേഷൻ അതിനു വേണ്ടി സെറ്റ് ചെയ്യുന്ന ഒരുപാട് പേരെ നമുക്ക് കാണാൻ പറ്റും. പ്രവാസികളാവുന്നു പറയുന്ന നമ്മുടെ ഒരു സംസ്ഥാനത്തിൻ്റെ പ്രത്യേക സാഹചര്യങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ഇവിടുത്തെ ഒരു ശീലം കൊണ്ടോ അങ്ങനെ എടുക്കാം. പ്രവാസികളായി മാറുന്നുണ്ടെങ്കിൽ നമ്മുടെ വേരുകൾ കൂടെയാണല്ലോ. നമ്മുടെ വേരുകളിൽ നിന്നുള്ള ആ വിളിയുണ്ടല്ലോ, അതിനെ നമുക്ക് മറികടന്ന് പോകാൻ പറ്റില്ല. അപ്പോൾ ഈ നമ്മൾ പറയാറുണ്ട്, തൃശ്ശൂർ പുലിക്കൊട്ട് തുടങ്ങുന്ന സമയത്ത് എവിടെയാണെങ്കിലും നമുക്ക് തൃശ്ശൂർ പിടിച്ചു നിർത്താൻ പറ്റാത്ത തരത്തിലുള്ളൊരു വിളിയാണ് അത് വരുന്നത്, ഉൾവിളിയാണ് വരുന്നത്. അങ്ങനെ നമ്മളെല്ലാവരും തൃശ്ശൂരെത്തുന്ന ആൾക്കാർ തന്നെയാണ്. പലരും തൃശ്ശൂരെത്തും, അതിൻ്റെ ഭാഗങ്ങളായിട്ട് സഹകരിക്കും. പല തിരക്കുകൾ കാരണം ചിലപ്പോൾ ചില സമയങ്ങളിൽ നമുക്ക് എത്താൻ പറ്റുന്ന വരില്ല, പക്ഷേ സാധ്യമായ എല്ലാ സമയങ്ങളിലും നമ്മൾ എത്താൻ ശ്രമിക്കാറുണ്ട്. അത് പൂരമായാലും പുലിക്കളിയിലൊക്കെ തൃശ്ശൂർ ഒരേ വികാരം തന്നെയാണ്. പുലിക്കളി ഒരു തനത് കലാരൂപമാണല്ലോ, നമ്മൾ അതിനെക്കുറിച്ച് സംസാരിച്ചല്ലോ. ഇത് നിലനിർത്തിക്കൊണ്ട് പോകാൻ വേണ്ടി എന്തെങ്കിലും പ്രത്യേക ആക്ഷൻസോ കാര്യങ്ങളൊക്കെ നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവാറുണ്ടോ? തീർച്ചയായും പുലിക്കളിയുടെ ഇപ്പോൾ പോകുന്ന പോക്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ സാമ്പത്തിക പ്രശ്നമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പ്രപ്പോസൽ നമ്മൾ തയ്യാറാക്കിയിട്ട് അധികാരികളുടെ സമക്ഷം കൊടുത്തിട്ടുണ്ട്. തൃശ്ശൂർ പുലിക്കളി എന്ന് പറയുമ്പോൾ കേരളത്തിൽ ഒരുപാട് കലാരൂപങ്ങളുണ്ട്, തനത് കലാരൂപങ്ങളുണ്ട്. പക്ഷേ നിങ്ങൾ എല്ലാ കലാരൂപങ്ങളും ഘോഷയാത്രകൾ പോലുള്ള പരിപാടികളും നോക്കിക്കഴിഞ്ഞാൽ ഇതിലൊക്കെ തന്നെ ആചാരാനുഷ്ഠാനങ്ങളുടേതായ ഒരു കണ്ണിക്കെടുപ്പുണ്ടായിരിക്കും. അപ്പോൾ തൃശ്ശൂർ പൂരം എത്രയൊക്കെ നിങ്ങൾ മാറ്റിമറിക്കാൻ ശ്രമിച്ചാലും അതിൻ്റെ ആചാരാനുഷ്ഠാനങ്ങളിൽ നിന്നും വിട്ടും പോകാൻ നമുക്ക് സാധിക്കില്ല. അതുകൊണ്ട് അതിനെ പരിഷ്കരിക്കുക എന്ന് പറയുന്നതിന് ഒരുപാട് പരിമിതികളുണ്ടായിരിക്കും. എന്നാൽ കേരളത്തിൽ നടക്കുന്നതിൽ ഓണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇവിടെ അത്തച്ചമയ ഘോഷയാത്ര തൃപ്പൂണിത്തറ നടക്കുന്നുണ്ട്. അതിൻ്റെ ആചാരാനുഷ്ഠാനങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ ഭാഗമാണ്. അപ്പോൾ നേരെ മറിച്ച് പുലിക്കളിയെ സംബന്ധിച്ചിടത്തോളം ഒരു ആചാരത്തിൻ്റെയും ഒരു മതത്തിൻ്റെയും ഒരു അനുഷ്ഠാനത്തിൻ്റെയും കെട്ടുപാടില്ലാത്ത ഏക കലാരൂപമാണ് പുലിക്കളി. അതുകൊണ്ട് തന്നെ പുലിക്കളിനെ ഏത് രീതിയിൽ വേണമെങ്കിൽ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ പ്രപ്പോസ് ചെയ്തിരിക്കുന്നത് തന്നെ, ഇപ്പോൾ നമ്മൾ നോക്കൂ, റിയോ കാർണിവൽ നമ്മൾ അറിയാം, ഗോവൻ കാർണിവൽ അറിയാം. ഇതൊക്കെ ഒരുപാട് പ്രസിദ്ധി ആർജിച്ചിട്ടുള്ള ആഘോഷങ്ങളാണ്. അതേ ലെവലിലേക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു കലാരൂപമാണ് തൃശ്ശൂർ പുലിക്കളി. അതിൻ്റെ കാരണം എന്താണെന്നാണ്, ഇപ്പം നമ്മൾ 51 പുലികൾ മത്സരത്തിന് വേണ്ടി ഇറങ്ങുന്ന 51 പുലികളായതുകൊണ്ട് കളി അറിയുന്ന ആൾക്കാരെ മാത്രമാണ് നമ്മളതിൽ പങ്കെടുപ്പിക്കുന്നത്. അത് എല്ലാ സംഘങ്ങൾക്കും മത്സരത്തിന് വേണ്ടിയിട്ട് സമ്മാനത്തിന് വേണ്ടി വരുന്നതുകൊണ്ട് അവർ അങ്ങനെയുള്ളവർ മാത്രമേ പങ്കെടുപ്പിക്കുള്ളൂ. അതിന് പകരം നമ്മൾ കൊടുത്തിരിക്കുന്ന പ്രപ്പോസലിൽ ഒരു 21 പേരെ മത്സരത്തിനും 30 പേരെ ആർക്കും പങ്കെടുക്കാവുന്ന രീതിയിലും ആക്കി മാറ്റുകയാണെന്നുണ്ടെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ ഇപ്പോൾ നമുക്കറിയാം, വിദേശികളായിട്ട് ഇവിടെ വരുന്ന ടൂറിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം കാണുന്നതിനേക്കാൾ അവർക്ക് താല്പര്യം അതിൽ പങ്കെടുക്കാനാണ്. അപ്പോൾ അവർക്കൊരു പുലിവേഷം കെട്ടി ഒന്ന് കളിക്കാൻ സാധിക്കുകയാണെങ്കിൽ അവർ കൂടുതൽ ആവേശത്തോടെ ഇതിൽ പങ്കെടുക്കും. അപ്പോൾ അതിനൊരു ഫീസ് കോർപ്പറേഷൻ ചുമതലപ്പെടുത്തി, ഒരു $250-300 ഒരാൾക്ക് ഫീസ് ചുമതലപ്പെടുത്തി ആ കിട്ടുന്ന പൈസയിൽ ഒരു വിഹിതം കോർപ്പറേഷൻ വെച്ച് യൂണിഫൈഡ് ആയിട്ടുള്ള രജിസ്ട്രേഷൻ നടത്തി ആ കിട്ടുന്ന പുലികളെ വീതിച്ചു കൊടുത്ത്, സംഘങ്ങൾക്ക് വീതിച്ചു കൊടുത്ത് ആ കിട്ടുന്ന ഫീസിൽ ഒരു വിഹിതം കോർപ്പറേഷൻ വെച്ച് മറ്റ് വിഹിതം ഈ പുലിക്കളി സംഘങ്ങൾക്ക് കൊടുക്കുകയാണെങ്കിൽ ആ പുലിക്കളി സംഘങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആശ്വാസമായി മാറും. മാത്രമല്ല പങ്കെടുക്കാൻ സാധിക്കുന്നു പറയുമ്പോൾ ഇതിൽ വന്ന് ചേരുന്ന വിദേശികൾ ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ എണ്ണത്തിൽ വലിയ വർധനയുണ്ടാവും. നമ്മളിപ്പോൾ അന്ന് ഞാൻ വെർച്വൽ പുലിക്കളി എന്ന് പറയുന്നത് അതിർത്തികൾ, ഈ 5 കിലോമീറ്റർ അതിർത്തി ഭേദിച്ചുകൊണ്ട് ലോകം മുഴുവൻ പരക്കാൻ സാധിച്ചതാണ് വെർച്വൽ പുലിക്കളി. അതേ സംവിധാനം നമ്മൾ ഈ പുലിക്കളി ദിവസം നമ്മൾ ലൈവായിട്ട് ഏതെങ്കിലും മീഡിയയിൽ കൊടുത്ത് പ്രദർശിപ്പിക്കുകയാണെങ്കിൽ ഇത് ലോകം മുഴുവൻ കാണും ആളുകൾ. അപ്പോൾ ഇതിൻ്റെ പ്രസിദ്ധി ഇനിയും വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ നമുക്ക് മറ്റ് വിദേശ രാജ്യങ്ങളൊക്കെ നമ്മൾ പരസ്യം കൊടുക്കുന്ന പോലെ പുലിക്കളിക്ക് പരസ്യം കൊടുത്തുകൊണ്ട് വിദേശത്തു നിന്നുള്ള ആൾക്കാരെ പങ്കെടുപ്പിക്കാൻ സാധിക്കും. രണ്ടാമത്തെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരുന്ന ആൾക്കാർക്ക് ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടി പഴയ പുലിക്കളി കലാകാരന്മാരെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അവിടെ ട്രെയിനിങ് സെൻറ്ററുകൾ നടത്താം. നമുക്കൊരു 10 ദിവസം, ഇപ്പോൾ തൃശ്ശൂർ ഓൾറെഡി നമ്മൾ ഒരു പരീക്ഷണം നടത്തിയിരുന്നു, 15 ദിവസം നീണ്ടു നിൽക്കുന്ന നൈറ്റ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ. അപ്പോൾ ഈ നൈറ്റ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ പോലൊരു സംഭവം ഒന്നിലെ അത് ഇങ്ങോട്ട് മാറ്റുകയോ അല്ലെങ്കിൽ ഇവിടെ പുതിയതായിട്ട് വരണം തുടങ്ങുകയും ചെയ്യാൻ അത്തം മുതൽ തൃശ്ശൂർ പുലിക്കളി കഴിയുന്ന 15 ദിവസത്തേക്ക് വെക്കുകയാണെങ്കിൽ
നഗരം ഉറങ്ങാത്ത 15 ദിവസം നമുക്ക് കിട്ടും. ഒരുപാട് ഓണകലാരൂപങ്ങൾ നമുക്ക് അവതരിപ്പിക്കാൻ പറ്റും. മാത്രമല്ല ഇപ്പോൾ പുലിക്കളിയുടെ ഒരു മുഖം വേണമെന്നുണ്ടെങ്കിൽ, ഒരു പുലിമുഖം ഇട്ടിരുന്നുണ്ടെങ്കിൽ അത് ബലംപരി ശംഖ് മേടിക്കുന്ന പോലുള്ള പണിയാണ്. കാരണം വെച്ചാൽ അത്രയും പരിചയമെങ്കിൽ നമുക്ക് പുലിമുഖം കിട്ടുള്ളൂ. നമുക്ക് ബാക്കിയുള്ള എന്ത് സാധനം മേടിക്കാൻ കിട്ടും, ഒരു പുലിമുഖം നമുക്ക് ഓതൻറ്റിക്കായിട്ട് മേടിക്കാൻ കിട്ടില്ല. അപ്പോൾ പുലിക്കളിയുടെ ഇങ്ങനെയുള്ള മെർച്ചൻഡീസ് വിൽക്കാവുന്ന കടകൾ ഉണ്ടാവുകയാണെങ്കിൽ ഈ 10 ദിവസം ഒരുപാട് പേർക്ക് ഒരു സൂനിയർ പോലെ നെറ്റിപ്പട്ടം വീടുകളിൽ കൊണ്ടുപോയി നിൽക്കുന്ന ആൾക്കാരില്ലേ, പ്രവാസികൾ എത്രയോ പേരുടെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ നമ്മൾ ആദ്യം കടന്ന് നെറ്റിപ്പട്ടാണ്. അത് അവൻ്റെ വേരുകളുടെ ഒരു ഓർമ്മപ്പെടുത്തലാണ്. അതുപോലെ ഒരു പുലിമുഖം വീട്ടിൽ വയ്ക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഡ്രസ്സുകൾ കൊടുക്കുന്ന അല്ലെങ്കിൽ മുഖം മൂടി കൊടുക്കുന്ന സ്ഥലങ്ങൾ, പുലിയുടെ ട്രൗസറുകൾ കൊടുക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ തന്നെ നല്ലൊരു വിൽപ്പന സാധ്യതയുള്ള സ്ഥലങ്ങളാണ്. കാരണം ഓരോ സംഘവും ഉണ്ടാക്കുന്ന 51 പുലികളെ പുലി സെറ്റ് അടുത്ത വർഷത്തേക്ക് മാറ്റി ചെയ്യും. അപ്പോൾ അത് വിൽക്കാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അവർക്ക് വലിയൊരു വരുമാന മാർഗ്ഗം അതിൽ കൂടെ കണ്ടെത്താൻ പറ്റും. മാത്രമല്ല പുലിക്കൊട്ട്, പുലിവര, പിന്നെ പുലി കളി, ഈ 3ഉം പഠിപ്പിക്കാവുന്ന രീതിയിൽ പഴയ കലാകാരന്മാരെ ട്രെയിൻ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതും ഒരു വരുമാന മാർഗ്ഗം കൂടിയാണ്. മാത്രമല്ല ഈ കല അടുത്ത തലമുറയിലേക്ക് പകർന്നു കൊടുക്കാനുള്ള ഏറ്റവും വലിയൊരു അവസരം കൂടിയാണ്. അപ്പോൾ ഇത്തരത്തിൽ പരിഷ്കരിക്കുകയാണെന്നുണ്ടെങ്കിൽ പുലിക്കളീനെ നമുക്ക് ജനകീയ പങ്കാളിത്തം കൂടി കൊണ്ടുവന്ന് 21 പുലികൾ മത്സരിക്കട്ടെ, ഒരു തർക്കമില്ല. 21 പുലികളെ ഏറ്റവും എണ്ണം പറഞ്ഞ പുലികൾ മത്സരിക്കട്ടെ, ബാക്കി 30 പേര് പ്രദർശന പുലികളായി മാറട്ടെ. അങ്ങനെ വരുമ്പോൾ അതിൽ പങ്കെടുക്കുന്നവരുടെ എണ്ണം കൂടും. ഇപ്പം നമുക്ക് അറിയാം, കാർണിവലൊക്കെ കണ്ടിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അറിയാം, അതിൽ നമുക്ക് പങ്കെടുക്കാൻ സാധിക്കാൻ വേണ്ടിയിട്ട് വരുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ വിദേശികളെ സംബന്ധിച്ച് അപ്പോൾ ഒരു വലിയ വരുമാന മാർഗ്ഗവും വലിയൊരു ഇവൻ്റായി മാറും. അങ്ങനെ ഒരുപാട് സാധ്യതകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മളൊരു പ്രപ്പോസൽ സമർപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ തൃശ്ശൂർ MP ആയിട്ട് സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹം വളരെ അതിൽ അനുഭവപൂർവ്വം നടപടികൾ എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കുറേയേറെ ബുദ്ധിമുട്ടുകളുണ്ട്. കാരണം ഇത് കുറേയേറെ മാമൂലുകളെ മറികടന്നുകൊണ്ട് ഇത് മുന്നോട്ട് പോകുള്ളൂ. അപ്പോൾ അതിനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. പുലിക്കളിയുടെ ഇപ്പോൾ പുലിക്കളി എന്നുള്ളത് ഒരു തനത് കലാരൂപമായിട്ട് സംഗീത നാടക അക്കാദമിക്ക് അംഗീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. പുലിക്കളി കലാകാരന്മാർക്ക് പെൻഷൻ വരുന്ന സ്റ്റേജ് വരും. ഇനി രജിസ്ട്രേഷൻ വരണം. എത്ര കൊല്ലം കളിച്ച്, ഇപ്പോൾ 60-62 കൊല്ലം കളിച്ച് ചാത്തുണ്ണിയാശാന് പോലും ഒരു ആവശ്യ കലാകാരനുള്ള പെൻഷൻ കിട്ടിയില്ല. കാരണം വെച്ചാൽ പുലിക്കളീനെ അന്ന് അംഗീകരിച്ചിട്ടില്ല. 60 കൊല്ലം ഒരു കലാരൂപം, ഒരു അനുഷ്ഠാനം പോലെ എല്ലാ വർഷം ചെയ്യാമെന്ന് പറയുന്നത് നിസ്സാര സംഭവമല്ല. അപ്പോൾ അങ്ങനെയുള്ള ആൾക്ക് പോലും അംഗീകാരം കിട്ടിയിട്ടില്ല. ഞാൻ പറയുമ്പോൾ പുലിക്കളി കലാകാരന്മാർക്ക് രജിസ്ട്രേഷൻ വേണം, അതിന് പൊതു മാനദണ്ഡങ്ങൾ വേണം. തൃശ്ശൂർ കോർപ്പറേഷൻ വന്നതിന് ശേഷം ആയ കാലത്തൊക്കെ പണ്ടൊക്കെ ഒരുപാട് വഴക്കും വക്കാണൊക്കെ നടന്നിരുന്നതാണ് പുലിക്കളിയുടെ ഉള്ളിൽ. അടിയൊക്കെ ഉണ്ടാവാറുണ്ട്. അന്ന് ഈ ഒലക്കയിൽ കളിക്കുന്ന പുലികളൊക്കെ വരുമ്പോൾ ഒലക്ക കൊണ്ടുവരുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം പരസ്പരം അടിക്കാനായിരുന്നു. അപ്പം മരണമൊന്നും രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിൽ അടികളൊക്കെ നടക്കാറുണ്ട്. പക്ഷേ ഇപ്പോൾ അതൊന്നുമില്ല. ഇപ്പോൾ ഒക്കെ വളരെ അച്ചടക്കത്തോടുകൂടി സൗഹാർദ്ദപരമായിട്ടാണ് കോർപ്പറേഷൻ നടത്തിക്കൊണ്ടുപോകുന്നത്. അപ്പോൾ ഈ കോർപ്പറേഷൻ തന്നെ ശ്രമിച്ചാൽ മറ്റ് ഗവൺമെൻറ് ബോഡികളുടെ സഹായത്തോടുകൂടി പുലിക്കളീനെ മറ്റൊരു ലെവലിലേക്ക് വികസിപ്പിക്കാൻ പറ്റും. ഇത് പുലിക്കളിക്കേ കേരളത്തിൽ സാധിക്കും. മറ്റൊരു കലാരൂപവും ഇത്തരത്തിലുള്ള ഒരു ആചാരാനുഷ്ഠാന കലാരൂപത്തിനെയും നമുക്ക് മാറ്റിമറിക്കാൻ പറ്റില്ല. കാരണം തനത് മതങ്ങളുടെ എതിർപ്പ് വരും. അപ്പോൾ അത് പരിഗണിക്കപ്പെടും, ഈ കലാരൂപം നിലനിർത്തപ്പെടും. മാത്രമല്ല ഇപ്പോൾ പലയിടത്തും, കേരളത്തിൻ്റെ പലയിടത്തും നമുക്ക് പുലികളുടെ ഓർഡറുകൾ വരുന്നുണ്ട്, പുലികളെ കൊണ്ടുപോകുന്നുണ്ട്, പുലികളെ കൊണ്ട് കളിപ്പിക്കുന്നുണ്ട്. പുലിക്കളി എന്നുള്ളൊരു ആവേശമായിട്ട് പടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ കലാരൂപത്തിൻ്റെ ഭാവിയും ശോഭനാവും തന്നെയാണ് പ്രതീക്ഷ. ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു തവണയെങ്കിലും പുലികളിക്ക് ഇറങ്ങിയിട്ടുണ്ടോ? ഞാൻ 93 മുതൽ ഞാൻ പുലി കളിക്കുന്ന ആളല്ല. ഞാൻ പുലിയുടെ ഒരുക്കങ്ങൾ ചെയ്യുന്ന ആളാണ്. ഞാനൊരു ബേസിക്കലി ഒരു ആർട്ടിസ്റ്റാണ്. അപ്പോൾ 93 കൊക്കാലയ്ക്ക് വേണ്ടിയിട്ട് പുലിക്കളി വരച്ചുകൊണ്ടാണ് പുലിക്കളിയായിട്ടുള്ള ബന്ധം ആരംഭിക്കുന്നത്. പുലി വരയ്ക്കുക എന്ന് പറയുമ്പോൾ പുലി വരച്ച് തീരുമ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞൊരു 12 മണിക്കൂറുണ്ടല്ലോ, പുലി വരച്ച് തീരുന്ന സമയത്ത് വരയ്ക്കുന്ന ആർട്ടിസ്റ്റ് ഒരു പുലിയായി മാറിയിട്ടുണ്ടോ, അത്രയേറെ പെയിൻറ്റ് മേലുണ്ടായിരിക്കും. അപ്പോൾ അവിടുന്ന് തുടങ്ങുന്ന ആ ബന്ധമാണ്. അപ്പോൾ പുലിക്കളി എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത്, അതായത് പഴയ കാലത്ത് അക്രോബാറ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് പുലിക്കളിച്ചത്. ഇന്നിപ്പോൾ എൻ്റെ ശരീരം എന്ന് പറഞ്ഞാൽ എവിടെയില്ലാത്തൊരു അവസ്ഥയാണ്. അതായത് നല്ലൊരു പുലി ആവാനും പറ്റില്ല, എന്നാൽ തീരെ വണ്ണം കുറഞ്ഞൊരു പുലിയാവാനും പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം പുലിക്കളിയുടെ ടീം തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ആ ഒരു ടീമിൻ്റെ ഭാഗമാണെന്ന് പറഞ്ഞ് പുലിക്കളിക്ക് കയറിയിട്ട് കാര്യമില്ല. നമ്മളവിടെ ശ്രമിക്കുന്നത് നമ്മളെക്കാൾ കാണാൻ ഭംഗിയുള്ള, നമ്മളെക്കാൾ കളിക്കാൻ കഴിയുന്ന ആൾക്കാരെ കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ്. അതാണ് സ്പിരിറ്റ് സ്പോർട്സ് എന്ന് പറയുമ്പോൾ. ഞാൻ കയറി കളിക്കുന്നതിലുപരി നമ്മുടെ ടീം ജയിക്കാവുന്ന രീതിയിലുള്ള ആൾക്കാരെ കൊണ്ടുവരിക എന്നുള്ളതാണ്. ആ പുലിക്കളിയുടെ പിറകിൽ എല്ലാ പരിപാടിയുമായിട്ട് നടന്നിട്ടുണ്ടെങ്കിലും പുലിവേഷം ഇതുവരെ ഞാൻ കെട്ടിയിട്ടില്ല. പുലിവേഷം കെട്ടിച്ചിട്ടുണ്ട്, വരച്ചിട്ടുണ്ട് ഒരുപാട് പേർക്ക്. പക്ഷെ ഒരിക്കലും പുലിവേഷം കെട്ടിയിട്ടില്ല. ഈ ഒരു പുലിക്കളിയുടെ കോർഡിനേറ്ററായി നിൽക്കുമ്പോൾ മറക്കാനാവാത്ത ഒരു അനുഭവം അങ്ങനെ എന്തെങ്കിലും പങ്കുവയ്ക്കും? ഒരുപാട് പുലിക്കളി എന്ന് പറയുന്നത് വളരെ വൈകാരിക തലമായിട്ടുള്ള മേഖലകളുള്ളൊരു ഇതാണ്. ഇപ്പോൾ വനിതാ പുലിനെ ഇറക്കുന്ന സമയത്തൊക്കെ ഈ പറഞ്ഞ പോലെ ഒരുപാട് എതിർപ്പ് നമുക്ക് ആദ്യം. അപ്പോൾ വനിതാ പുലികളെ ഇറക്കാന്നുണ്ട്, സ്ത്രീകളുടെ ശരീരത്തിൽ പെയിൻ്റ് അടിച്ച് ഇറക്കാന്ന് പറയുമ്പോൾ നമുക്കൊരു യൂറോപ്യൻ നിലവാരത്തിൽ പെയിൻ്റ് അടിച്ച് ഇറക്കാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ പൂർണ്ണമായും ബോഡി പെയിൻറ്റ് ചെയ്തുകൊണ്ട് ഒരാളെ ഇറക്കാന്ന് പറയുന്നത് നമ്മുടെ സംസ്കാരത്തിലേക്ക് ഇപ്പോഴും ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു സംഭവമാണ്. അപ്പോൾ അവിടെ ചില ലിമിറ്റേഷൻസ്, ചെറിയ വസ്ത്രങ്ങൾ ധരിപ്പിച്ചുകൊണ്ട് അതിൻ്റെ മീതെ കൂടെ പെയിൻ്റ് അടിച്ച് ഇറക്കുക എന്നൊക്കെ പറയുന്നത് ഒരുപാട് പേരിൽ നിന്ന് എതിർപ്പ് നേരിടുന്നതാണ്. പിന്നെ പുലിക്കളിയെ പറ്റി റിസർച്ച് ചെയ്ത് പോകുമ്പോൾ നമ്മൾ ഇറക്കി കൊണ്ടുവരുന്ന പല സന്ദർഭങ്ങളും പല ആൾക്കാർക്കും പഴയ ഓർമ്മകൾ. ഇപ്പോൾ ഒരു കാലത്ത് പുലിക്കളി എന്ന് പറയുന്ന അക്രോബാറ്റിക് ആയിട്ടുള്ള ആൾക്കാർ ചെയ്തിരുന്നതാണ്. അതായത് തെരുവ് സർക്കസ് നടത്തുന്ന അത്രയും കായിക ക്ഷമതയുള്ള ആൾക്കാർ ചെയ്തിരുന്നതാണ് പുലിക്കളി.
അന്ന് തടിമാടന്മാരല്ല. അപ്പം അന്ന് മറ്റുള്ളവർ ചുമലുകളിൽ ചുമക്കുന്ന ഒലക്കയുടെ മുകളിൽ നിന്ന് കരണം മറിഞ്ഞ് ഡാൻസ് കളിച്ചിരുന്ന പുലികളുണ്ടായിരുന്നു. അപ്പോൾ ആ പുലികളെ 2016 ഒരിക്കൽ നമ്മളവിടെ റിക്രിയേറ്റ് ചെയ്യുന്നുണ്ടായി, ഉലക്കപ്പുലി എന്ന് പറയുന്നത്. അത് പഴയ കാലത്ത് പുലികളി കണ്ടിട്ടുള്ള ഒരുപാട് ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമോഷണൽ ആയിട്ടുള്ളൊരു കണക്ഷനായിരുന്നു. കാരണം മറന്നുപോയൊരു സാധനമാണ് അവരന്ന് കണ്ടത്. അപ്പോൾ ഇതുപോലെ ഓരോ ഇപ്പോൾ ആശാനെയൊക്കെ നമ്മൾ അടുത്ത് ആശാനൊക്കെ അത്രയേറെ പരിചയമുള്ള ഒരാളാണ് ചാത്തുന്നേശൻ. അപ്പോൾ ചാത്തുന്നേശനൊക്കെ ആയിട്ട് പുലിക്കളിയുടെ കഥകൾ പറയുമ്പോൾ അതിന് 60 വർഷത്തെ പുലിക്കളിയുടെ ചരിത്രം എന്ന് പറയുന്നത് വളരെ ഇമോഷണലാണ്. ഈ പുലിക്കളി കലാകാരന്മാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, പലപ്പോഴും ഇവർ വരുന്നത് ജീവിതത്തിൽ ഒരു മേഖലകളിലും അംഗീകാരം കിട്ടാത്ത ആൾക്കാരാണ് അവർ താഴ്ന്ന നിലയിൽ പണിയെടുത്ത് പോകുന്നവരും അധികം സാമ്പത്തിക ശേഷിയുള്ളവരൊന്നുമല്ല. ഇപ്പൊക്കെ മാറിയിട്ട് ഇപ്പൊക്കെ എല്ലാ മേഖലയിൽ നിന്നുള്ള ആൾക്കാർ വരുന്നുണ്ട്. ഇപ്പോൾ പുലിവേഷം കെട്ടുക എന്നുള്ളൊരു അംഗീകാരമായി മാറി. അന്ന് കാലത്ത് ഇവരെ സംബന്ധിച്ചിടത്തോളം സമൂഹത്തിൻ്റെതായ ഒരു അംഗീകാരം ഇവർക്ക് വരുന്ന ഏക ദിവസം പുലിക്കളിയാണ്. അപ്പോൾ ആ പുലിക്കളി എന്ന് പറയുന്നത് അവർ കാത്തിരിക്കുകയാണ്. ഒരു പുലിക്കളി കഴിഞ്ഞ് അടുത്ത പുലിക്കളി വരെയുള്ള ജീവിതത്തിനുള്ള കഷ്ടപ്പാടുകൾ സഹിക്കാൻ അവർക്ക് പ്രചോദനം എന്ന് പറയുന്നത് പുലിക്കളിയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരായിട്ട് നമ്മൾ ഇടപഴകുന്ന സമയത്ത് ബ്ലോക്ക് കിട്ടിയതിനെ കരഞ്ഞിട്ടുള്ള ആൾക്കാരുണ്ട്. ബ്ലോക്ക് കിട്ടുക എന്ന് പറയുന്നത് നെഞ്ഞത്ത് വരയ്ക്കുന്ന ചിത്രമാണ്. പണ്ട് കാലത്ത്, ഇന്നൊക്കെ ഇപ്പോൾ ആർട്ടിസ്റ്റുകൾ കൂടി കലാകാരന്മാർ കൂടി ഇപ്പോൾ എല്ലാ പുലികളിലും ബ്ലോക്ക് വരച്ചിട്ടാണ്. പണ്ട് നല്ല ലക്ഷണമൊത്ത പുലികൾക്ക് മാത്രമേ ബ്ലോക്ക് കൊടുക്കുള്ളൂ. 5 or 6 പേർക്ക് ബ്ലോക്ക് ഉണ്ടാവുള്ളൂ. ഇപ്പം ഞാൻ പറഞ്ഞ 93 ബ്ലോക്ക് കൊടുക്കുക എന്ന് പറയുന്നത് അപൂർവമാണ്. അപ്പോൾ അന്ന് നമ്മൾ എന്ത് ചെയ്തു വെച്ചാൽ 51 പുലികൾക്കും ബ്ലോക്ക് വരച്ചു. എത്രയും വണ്ണം കുറഞ്ഞ ആൾക്കും ബ്ലോക്ക് വരച്ചു. അതിൻ്റെ പേരിലൊക്കെ കരഞ്ഞിട്ടുള്ള ആൾക്കാരുണ്ട്. നമുക്ക് തോന്നുന്നതൊക്കെ ചെറിയ സംഭവങ്ങളാണ്. നെഞ്ചിലൊരു ബ്ലോക്ക് കിട്ടുക എന്ന് പറയുന്നത് ഒരു സിനിമാ കലാകാരനെ സംബന്ധിച്ചിടത്തോളം ദേശീയ അവാർഡ് കിട്ടുന്ന പോലെ വലിയൊരു സംഭവമായിട്ട് ഫീൽ ചെയ്യുന്ന ആൾക്കാരാണ് ഈ പുലികളൊക്കെ. അപ്പോൾ ഇമോഷണലായിട്ട് ഒരുപാട് അനുഭവങ്ങൾ പുലിക്കളിയായിട്ട് ബന്ധപ്പെട്ടാണ്. കാരണം വെച്ചാൽ ഞാൻ ഈ പറഞ്ഞത് ആകെ അവരുടെ ജീവിതത്തിൽ കിട്ടുന്ന അംഗീകാരം പുലിക്കളിയാണെന്നുള്ളതുകൊണ്ട് അതിൽ കിട്ടുന്ന ഓരോ അംഗീകാരം കണ്ണ് നിറഞ്ഞുകൊണ്ട് ഏറ്റുവാങ്ങുന്ന ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു ചെറിയൊരു സമ്മാനം കൊടുത്താൽ മതി, അവർക്ക് ഒരു മൊമെൻ്റ് കൊടുത്താൽ മതി, അത് വീട്ടിലെ ഏറ്റവും മനോഹരമായ പ്രദേശത്ത് കൊണ്ട് അലങ്കരിച്ച് വയ്ക്കുക. കാരണം മറ്റൊരു മേഖലയിൽ അവർക്ക് അംഗീകാരങ്ങൾ കിട്ടുന്നില്ല, അവരെ ആരും അംഗീകരിക്കുന്നില്ല. അങ്ങനെയുള്ള ആൾക്കാർ അതിനകത്തുണ്ട്. ഇപ്പോൾ പലവിധ കലാകാരന്മാരെ പുലിക്കളിയായിട്ട് സഹകരിക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് തുടക്കകാലത്തെ അവസ്ഥയാണ് പറയുന്നത്. കാരണം ഒരു അധകൃതമായൊരു കളിയാണെന്നുള്ളൊരു സമീപനം പുലിക്കളിയോട് ഒരു കാലത്ത് ഉണ്ടായിരുന്നു. ഇന്ന് അങ്ങനെയല്ല. ഇന്നിപ്പോൾ നമ്മൾ കഴിഞ്ഞ തൃശ്ശൂർ പൂരത്തിന് 2 പുലിക്കൊടകൾ വരെയുണ്ടായിരുന്നു. അപ്പോൾ പുലിക്കളി എന്ന് പറയുന്നത് ഒരു പരിധിവരെ പൂരത്തിൻ്റെ ഒപ്പം എന്ന് ഞാൻ ഒരിക്കലും പറയില്ല, പൂരത്തിനോടൊപ്പം നിൽക്കാവുന്ന ലെവലിലേക്ക് വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ലൊരു മാറ്റമാണ് പുലിക്കളിയെ സംബന്ധിച്ചിടത്തോളം, വലിയൊരു മാറ്റമാണത്. ഇപ്പോൾ ഒലക്കപ്പുലി എന്നൊരു ടേം ഉപയോഗിച്ചില്ല, ഇങ്ങനെ പുലികൾക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള പേരുകൾ നൽകാറുണ്ടോ? ചില സംഘങ്ങൾ ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ എനിക്ക് കൂടുതൽ അറിയാവുന്ന അയ്യന്തോൾ സംഘം എല്ലാ വർഷത്തിലും ഒരു വ്യത്യസ്ത പുലിയെ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരാൾക്കാരാണ്. അപ്പോൾ എന്തെങ്കിലും നിലവിൽ ചരിത്രത്തിൽ അതൊരു പുലിയെ അവതരിപ്പിക്കുക. അതാണ് ഇപ്പോൾ ട്രാൻസ്ജെൻഡർ പുലിയായാലും വനിതാ പുലിയാണെന്നുണ്ടെങ്കിലും ഇനി തെയ്യപ്പുലിയാണെന്നുണ്ടെങ്കിലും. ഇപ്പോൾ കിഴക്കൻ പ്രദേശത്ത് നമ്മൾ വടക്കൻ പ്രദേശത്ത് കാണുന്ന തെയ്യത്തിന് വേഷത്തോടു കൂടിയിട്ടുള്ള പുലിയാണെങ്കിൽ അങ്ങനെ എല്ലാ വർഷവും എന്തെങ്കിലും ഒരു വെറൈറ്റി അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നതാണ്. ഇത് അയ്യന്തോൾ സംഘം മാത്രമല്ല, ഒരുപാട് സംഘങ്ങൾ ചെയ്യാറുണ്ട്. ഈ ഒരു സംഘമൊക്കെ ശരിക്കും നല്ല മെനക്കെട്ട് നല്ല ആലോചിച്ച് ഉറപ്പിച്ചിട്ടുള്ള കുറേ സാധനങ്ങൾ കൊണ്ടുവരുന്ന ആൾക്കാർ, വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങൾ കൊണ്ടുവരാറുണ്ട്. അപ്പോൾ ഇതൊരു കോമ്പറ്റീഷൻ്റെ ഭാഗമാണ്. അപ്പോൾ ഓരോ പിന്നെ പേരുകൾക്ക് പ്രചാരം കൊടുക്കുന്നത് മീഡിയയാണ്. നമ്മളൊരു പേര് പറയുന്നു എന്നുള്ളത് ഇത് കോയിൻ ചെയ്യുന്നു ഒരു വേർഡ്, പക്ഷെ അതിന് പ്രചാരം കൊടുക്കുന്ന മീഡിയ തന്നെയാണ്. പുലികളിക്ക് ഇറങ്ങുന്നവർക്ക് നല്ല ബോഡി വെയിറ്റ് ഉണ്ടാവുമല്ലോ, ഇത് ഇവരുടെ ആരോഗ്യത്തെ ഏതെങ്കിലും രീതിയിൽ ബാധിക്കാറുണ്ടോ? പൊതുവിലെ കായിക ശേഷി ഉള്ളവരാണ് പുലിക്കളിക്ക് വരിക. മറ്റുള്ള കലാരൂപം പോലെയല്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 12 മണിക്കൂറോളം വേണ്ടി വരുന്ന പുലി തയ്യാറെടുപ്പ്, അതിനുശേഷം 6 മണിക്കൂറോളം വേണ്ടി വരുന്ന അത്യധ്വാനം, അതിനുശേഷം 6 മണിക്കൂറോളം നീളുന്ന പുലി വേഷമിറക്കൽ. അപ്പോൾ ഇത്രയും വരുമ്പോൾ എന്തുണ്ടാവുന്നുണ്ടെങ്കിൽ ഇതിന് നല്ല കായികശേഷിയുള്ളവരെ കൊണ്ട് തന്നെ സാധിക്കുള്ളൂ. അപ്പോൾ ഈ വരുന്നവരും തന്നെ കായികമായ മേഖലകളിൽ തൊഴിലെടുക്കുന്നവരായിരിക്കും കൂടുതൽ. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇതിനുള്ള ആരോഗ്യമുള്ളവർ തന്നെയാണ് വരിക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു വിദേശ പുലികളൊക്കെ വന്നിട്ട് അവർ പകുതി റൗണ്ടാകുമ്പോഴേക്കും വളരെ ക്ഷീണിച്ച് ഡീഹൈഡ്രേറ്റഡായി പോകുന്ന അവസ്ഥ വന്നു. പക്ഷേ ഈ പുലികളൊക്കെ തന്നെ ഇവർ കളിച്ച് പരിചയമുള്ളവരാണ്, വെയിൽ കൊണ്ട് പരിചയമുള്ളവരാണ്, അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും അവർക്ക് അങ്ങനെ വരാറില്ല. വളരെ അപൂർവം ചില ആൾക്കാർ ശരീരം മാത്രം നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഈ ശരീരം തന്നെ ഈ അടുത്ത കാലത്ത് വന്നിട്ടുള്ളൊരു മാറ്റമാണ്. മുമ്പത്തെ പുലികളൊക്കെ ഞാൻ പറഞ്ഞല്ലോ വളരെ ആരോഗ്യ ദൃഢഗാത്രന്മാരായ പുലികളായിരുന്നു. ഇപ്പോൾ ഈ വരയുടെ ഭംഗിക്ക് വേണ്ടിയിട്ടാണ് വയറുള്ള പുലികളൊക്കെ വരാൻ തുടങ്ങിയത്. അപ്പോൾ അതിൽ ചില ആൾക്കാർ ശാരീരികമായ ആരോഗ്യസ്ഥിതി കുറവുള്ള ആൾക്കാർ വരാറുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ചില പ്രശ്നങ്ങളൊക്കെ വരും. പക്ഷേ പുലിക്കളിയുടെ എല്ലാ സംഘങ്ങളിലെയും കൂടിയും അതിന് വേണ്ട സംവിധാനങ്ങളൊക്കെ ഉണ്ട്. ആർക്കെങ്കിലും ഒരു തളർച്ച വന്നാൽ അവർക്ക് വേണ്ട മരുന്ന് കൊടുക്കാനോ അല്ലെങ്കിൽ അവർക്ക് വേണ്ട വെള്ളം കൊടുക്കാനുള്ള എല്ലാ സംവിധാനവും ഉണ്ടാവും. അപ്പോൾ ആ ഒരു പ്രശ്നം അവിടെ വരുന്നില്ല.
പുലിക്കളിയുമായി ബന്ധപ്പെട്ട സിനിമകൾ ഉണ്ടാവുന്നു, ഡോക്യുമെന്ററികൾ ഉണ്ടാവുന്നു, ഇക്കാര്യങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ. ഇതിനെങ്ങനെയാണ് നോക്കി? പുലിക്കളിക്ക് കിട്ടുന്ന വലിയൊരു അംഗീകാരമാണത്. അതായത് ഇപ്പോൾ നമ്മുടെ പ്രശസ്ത സിനിമ നടനായിട്ടുള്ള സുനിൽ സുഗത, അദ്ദേഹം പുലിക്കളിയുടെ ഒരു ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതിൽ പറഞ്ഞത് ഞാൻ പുലിവേഷം കെട്ടിയിട്ടുള്ള ആളെന്ന് അഭിമാനത്തോട് ഇത് പറയണം. അപ്പോൾ ആൾ പറയുന്നത് ആ പുലിത്തരം ഇറക്കാൻ വേണ്ടി, ആ പുലിത്വം ഇറക്കാൻ വേണ്ടി അനുഭവിച്ച, പുലിത്വം എന്ന് പറയുന്നത് പുള്ളിയുടെ പുലിവേഷത്തിൻ്റെയാണ്, ഇറക്കാൻ വേണ്ടി ബുദ്ധിമുട്ടുകളെ പറ്റി ആൾ അഭിമാന പുരസ്സരം പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇപ്പോൾ സന്തോഷ് കല്ലാട്ട് ഇറക്കിയിട്ടുള്ള ഒരു പുലിയാട്ടം എന്ന് പറയുന്ന ഒരു സുധീർ കരമന നായകനായിട്ടുള്ള ഒരു സിനിമ ഈ അടുത്ത് വരികയുണ്ടായി. അപ്പോൾ ഇതൊക്കെ തന്നെ തൃശ്ശൂരിനുകാരനാണ് സന്തോഷ് കല്ലാട്ട്. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കിടക്കുന്ന ആ പുലിക്കളി എന്നുള്ള വികാരമാണ് ആ സിനിമയായിട്ട് വന്നത്. അതിമനോഹരമായൊരു സിനിമയായിരുന്നു. അതുപോലെ ഡോക്യുമെൻ്ററികൾ നോക്കുക, എത്രയോ ഡോക്യുമെൻ്ററികൾ പുലിക്കളിയുമായി ബന്ധപ്പെട്ട് ഇറങ്ങിയിട്ടുണ്ട്. പുലിക്കളിയുടെ മാത്രമല്ല, ഇപ്പോൾ ഒരുപാട് പ്രവർത്തകർ അതിൻ്റെ പുലിവേഷം ഒരുക്കുന്നതും കാര്യങ്ങൾ യൂട്യൂബേഴ്സ് ഒരുപാട് പേര് വരുന്നുണ്ട്. അവർ അവരുടേതായ പ്രോഗ്രാംസ് കവർ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ തന്നെ ഈ കലാരൂപത്തിലേക്കുള്ള ആകർഷണം വർദ്ധിപ്പിക്കുകയുള്ളൂ. ഞാൻ എല്ലാവരുടെയും അതിന് ആ പോസിറ്റീവായിട്ട് തന്നെ കാണുന്ന ഒരാളാണ്. അപ്പോൾ അംഗീകാരമാണ് പുലിക്കളി എന്ന് പറയുന്ന ഒരു കലാരൂപത്തിനുള്ള അംഗീകാരമാണ്. അതിൻ്റെ അധികൃത നിലപാടിൽ നിന്ന് മാറ്റി സമൂഹം അതിനെ ഒരു കൊള്ളാവുന്നൊരു കലാരൂപം എന്ന് അംഗീകരിച്ച് തുടങ്ങിയെന്നാണ് തോന്നുന്നു. അൺപാക്ക് ആൻഡ് കണക്റ്റിൽ ഇന്ന് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് തൃശ്ശൂർ പുലിക്കളി കോർഡിനേറ്റർ CP മധുസൂദന മേനോനായിരുന്നു. താങ്ക് യു സോ മച്ച് ഇന്ന് അൺപാക്കിൽ നമ്മളോടൊപ്പം ചേർന്നതിന്. പുലിക്കളിയെ പറ്റിയുള്ള വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ സാധിച്ചത് വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ഈ പരിപാടി കാണുന്ന എല്ലാവരെയും ഈ വരുന്ന ഓണത്തിന്, നാലോണത്തിന് തൃശ്ശൂർ പുലിക്കളിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അവിടെ വരൂ. പുലിക്കളി എന്ന് പറയുന്നത് കേട്ടാലോ കണ്ടാലോ നമ്മൾ മറ്റു മാധ്യമങ്ങളിൽ കൂടി കണ്ടാലോ പൂർണ്ണമായും മനസ്സിലാക്കാൻ പറ്റുന്നൊരു കലാരൂപമല്ല, അത് അനുഭവിച്ചറിയേണ്ടതാണ്. തൃശ്ശൂർ സ്വരാജ് റൗണ്ടിൽ നിങ്ങൾ പുലിക്കളിയുടെ ആരവങ്ങൾ കേട്ടുകൊണ്ട് നിൽക്കുന്ന ഒരു അനുഭവം നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വാക്ക് തരുന്നു, അത് നിങ്ങൾക്ക് ഒരിക്കലും മറക്കാനാവാത്ത അനുഭവമായിരിക്കും. അത് നമ്മളിൽ ഉള്ളിലുള്ള മാനവികതയും വന്യതയും ഒക്കെ പുറത്തു കൊണ്ടുവരാൻ സഹായിക്കുന്ന ഒരു അനുഭവമായിരിക്കും. അപ്പോൾ എല്ലാവരും പുലിക്കളിയിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഹാർദമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഒരു തൃശ്ശൂരുകാരൻ എന്നുള്ള നിലയ്ക്ക് സ്വാഗതം ചെയ്യുന്നു.